السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അഭിവന്ദരായ ഈ സ്ഥാപനത്തിൻ്റെ ഗുരുവര്യരെ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ആചാര്യ ബന്ധുക്കളും കുടുംബങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാപ്പുഹാജിയെ കുറിച്ച് സംസാരിക്കുക എന്നത് ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ സുഹൃതധന്യമായ ഒരു ജീവിതം നമുക്ക് തന്ന് ആ വലിയ കുറിയ മനുഷ്യൻ നമ്മിൽ നിന്ന് വിട ചോദിച്ചിട്ട് വർഷങ്ങളായി. ഒരു ദിവസം പലതവണയായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലൂടെ തന്നെ പോകാൻ നിയോഗിക്കപ്പെട്ട നമുക്ക് അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. തൂണിലും തുരുമ്പിലും ബാപ്പുഹാജിയെ കാണുന്ന ഒരു പ്രദേശമാണ്. ഞാൻ പറഞ്ഞു, വലിയ കുറിയ മനുഷ്യനാണ്, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. പലപ്പോഴും ആ ചെറിയ മനുഷ്യന്റെ കൂടെ നമ്മൾ വലിയ മനുഷ്യരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ പൊക്കമില്ലായ്മയുടെ പൊക്കം നമ്മൾ അറിയും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ തുടങ്ങാണ്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഫാത്തിമ ഹോസ്പിറ്റലിൽ സുഖല്ല അടക്കുകയാണ്, മരണാസന്നനാണ്. അന്ന് ബോധമുണ്ട്, മൂക്കിലൊക്കെ ട്യൂബ് ഇട്ടു. അപ്പൊ ഇങ്ങനെ ഹൈഡ്രോളിക് ബെഡ് ഇങ്ങനെ കുറച്ച് നിർത്തി വെച്ചിട്ട് അതിലേക്ക് കിടക്കുകയാണ്, ശ്വാസം ശരിക്കും കിട്ടാൻ വേണ്ടി. അപ്പൊ താഴെ ആരെയും കടത്തിവിടുന്നില്ല. ഞങ്ങളെ കൂടെ മർഹൂം സുലൈമാൻ ഫൈദി മാളിയേക്കലുണ്ട്. അദ്ദേഹത്തിന് കോഴിക്കോടും സമസ്ത നേതാക്കൾക്കിടയിലും അവിടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഇടയ്ക്ക് നല്ല പരിചയക്കാരനാണ്. ഞങ്ങളെ കണ്ടേക്കന്നെ വാപ്പുവാജി പോയി കണ്ടോളി എന്ന് പറഞ്ഞ് കണ്ടു. ശംസുലമന്റെ അടുക്കൽ ഇങ്ങനെ ചെല്ലുമ്പോ മുമ്പരിങ്ങനെ കണ്ണുമ്പി കിടക്കും. ചെന്ന് അസ്സലാമു അലൈക്കും, ആരാണെന്ന് ചോദിച്ചു. കണ്ണു കാണൂലല്ലോ എനിക്ക്, ആരാണ്? ഞാൻ വാപ്പോജിയാണ്, കാളിയാവുന്നാണ്. അതിലിങ്ങോട്ട് ഒരു അപ്പൊ മുഖത്തൊക്കെ വേറൊരു പാപം. വാപ്പോജിയാരൻ കൈ കൊടുത്തു. അങ്ങനെ കുറച്ചൊക്കെ വർത്താനം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വാപ്പോജി ഇങ്ങക്കൊരു ഈക്കുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു, നിങ്ങൾക്കൊരു ഈക്കുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. വയ്യ. അപ്പൊ മൂപ്പര് ഏകദേശം യാത്ര ചോദിക്കുകയാണ്. അതിന്റെ ഒരു സ്വരാണ്, സമുദായത്തിനൊരു ഈക്കെ എന്ന് പറയുന്ന ഒരു അത്താണി, അതെങ്കിൽ മഹാപണ്ഡിത ഗരിമ കൊണ്ട് ആളുകളെ മുഴുവനും നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ഒരു മഹാമനീഷി. അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ഉണ്ടാവൂല. ഞാൻ അതിങ്ങനെ അതിന് ദൃക്സാക്ഷിയാണ്. വാപ്പുവാജിനോടാണ് പിന്നെ ശംസുൽ ഉലമയുടെ ആ വല്ലാത്ത അടുപ്പം. അപ്പൊ കാറിന്ന് ഇറങ്ങുമ്പോ എന്റെ കയ്യിൽ ഒരു ചെറിയ കവർ നീന്നു വെച്ചിട്ട് ഇത് കൊടുത്തോളൂ കൊണ്ടുവന്നു. അതെന്താണ് എന്നെ സാധാരണ ഇപ്പൊ അങ്ങനെയൊന്നും ബാപ്പുവാജി ചെയ്യലും മുമ്പിൽ കൊടുക്കാനുള്ളത് ആരും കാണാതെ കൊടുക്കലാണ്. ഇത് അന്ന് എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങൾ പോകുകയാണ്, ഇനി തോനെ നിൽക്കാൻ ഉണ്ടാന്നാണ് ഇവർ പറയണത്. പോയിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശ് ഉള്ള കവറ് കൊടുത്തപ്പോ ഇതെന്താണ്, അതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്തിയത് എന്റെ ഞങ്ങളെ പള്ളിക്കത്തെ മൂലേരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാശ് കൊടുത്തപ്പോ എന്താണെന്ന് ചോദിച്ചു. അത് വാപ്പുവാജിന്റെ ആണ് കവറ്, വാപ്പുവാജി എന്നാണ്. അത് പറ്റും. അതിലിങ്ങനെ എന്നിട്ട് അത് കിടക്കണ തലക്കണിന് ഇങ്ങനെ അത്രമേൽ അടുപ്പം. ഞാൻ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ സുദീർഘമായ പഠനയാത്രയാണല്ലോ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന പരാമർശം. ബാപ്പുഹാജി 4ാം ക്ലാസ്സുകാരനാണ്. അദ്ദേഹം 10 കിതാബും മുത്തഫരിദും ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആ പ്രാഥമിക അധ്യാപനം മാത്രം, അതിന് മാത്രം പഠിച്ച ഒരു മനുഷ്യനാണ്. അതിലുപരി ഗഹനമായ പഠനങ്ങളോ അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ ഒന്നും ലഭിക്കാത്ത ആ മഹാമനീഷി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ അനുസ്മരിക്കാൻ മാത്രം ഒരു വ്യക്തിത്വമായി രൂപം കൊണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹല്ലത്തബിഉക, ഞാൻ അങ്ങയെ പിൻപറ്റട്ടെ എന്നാ ചോദിക്കുന്നത് മൂസാ നബി അല്ലേ. അദ്ദേഹം നിഷ്കാമകർമ്മിയായി ആരൊക്കെയാണോ അദ്ദേഹം നേതാവായി കണ്ടത് അവരെ പിന്തുടരുകയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ
തലയെടുപ്പുള്ള പണ്ഡിതന്മാരോടൊക്കെ വളരെ അടുപ്പം. അയാൾ കണ്ട അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മനുഷ്യരോടൊക്കെ വല്ലാത്ത ചങ്ങാതിത്വം. കാളിയാവിലേക്ക് വരുമ്പോ ഇവിടെ ഏക മനുഷ്യനെയാണ് എല്ലാവരും അന്വേഷിക്കുക. ഫഹൽതക്കും, നിങ്ങളിലുണ്ടോ ചങ്ങാതിത്വത്തിന് പറ്റുന്ന ഒരു റജുലുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആ റജുല് പലപ്പോഴും കാളിയാവിൽ വരുമ്പോ ശംസുല്ലമക്കാണെങ്കിലും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കാണെങ്കിലും കിഴക്കനേറ നാട്ടിലെ ആ റജുല് അത് വാപ്പുവജിയായി മാറി. അത് ഞാൻ ഈ പറഞ്ഞതാണ്. അദ്ദേഹം മഹാരഥന്മാരോട് വല്ലാതെ അടുത്തു നിൽക്കുമായിരുന്നു. അടുത്തു നിൽക്കാന്ന് മാത്രമല്ല, അവർക്ക് മാത്രമുള്ള ചില പ്രത്യേകതകൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അത് പറയും ചെയ്യും. ഉദാഹരണത്തിന് കേട്ടുസ്താദ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം പിന്നെ മൂലേര് എന്ന് വിളിച്ചിരുന്നത് ചെറുശ്ശേരി ഉസ്താദിനെ. ഉദാഹരണത്തിന് ഇവിടെ അദ്ദേഹത്തിന്റെ ഭൂമി ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് എന്നൊക്കെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വിരമിക്കാൻ സമയമായിട്ടുണ്ടായില്ല. കാരണം ഞാൻ മോളൊക്കെ കെട്ടിച്ച് കുറച്ച് കടത്തിൽ കിടക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത് 5-6 മാസത്തിനുള്ളിൽ ഇവിടെ എത്തണം, എനിക്ക് സുഖമല്ല. മുപ്പർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൽഹാമുള്ളത് പോലെയാണ്. കാരണം കാലദൈർഘ്യങ്ങളുടെ ആ ഒരു ഇത് കാണുമ്പോ പിന്നെ ജീവിച്ചത് അധിക വർഷമില്ല. അദ്ദേഹം നമ്മളോട് പറയാണ് 6 മാസം കൊണ്ട് എക്സിറ്റ് അടിച്ചു പോകണം, എന്റെ വയ്യരം തീർന്നിട്ടൊന്നും ഇവിടെ ഒന്നും നടക്കൂല. അപ്പൊ നമ്മള് സത്യത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ആലോചിക്കാൻ മൂലിയരത്തേക്ക് പോകുക എന്ന് പറയും. സാധാരണ ഞങ്ങളൊക്കെ ഈ കിഴക്കനാടിലൊക്കെ മൂലിയര് പറഞ്ഞ മാനൂലിയരാണ്. മൂലിയരെ പരിക്കുക, മൂലിയര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാല് അത് കേട്ടി മാനു മുസ്ലിയാരാണ്. പക്ഷെ ഉസ്താദിന്റെ മരണശേഷം പിന്നെ വാപ്പുവാജി മൂലിയര് എന്ന് പറഞ്ഞിരുന്നത് മൂലിയരത്തൊന്ന് പോയി വരിക എന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഉസ്താദ്. അത് ചെറിയ മസലയാണെങ്കിലും വലിയ മസലയാണെങ്കിലും മൂപ്പര് പറഞ്ഞാലേ അത് സമ്മതിക്കും. മാത്രമല്ല നമ്മളൊക്കെ ഇപ്പൊ ഞാൻ മൂപ്പരത്ത് വരുമ്പോ എനിക്ക് 23-24 വയസ്സൊക്കെ കേൾക്കാം. ഈ പള്ളിയിൽ ഖത്തീബും ഖാദിയൊക്കെ അയച്ച ജോലി ഏറ്റെടുക്കുന്ന ഒരു സമയം. പക്ഷെ അദ്ദേഹം നമ്മയൊക്കെ മൂല്യമാരായി കാണുകയാണെങ്കിൽ പോലും നമ്മെ സസൂക്ഷ്മം നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന് പറ്റുന്ന അപൂർവം ആളുകളെ മൂപ്പര് എപ്പോഴും കൊണ്ടുനടക്കും. ഇല്ലെങ്കിൽ മൂപ്പര് ആവശ്യത്തിന് ആ ആളുടെ കഴിവും ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് ഉപയോഗിക്കും. പക്ഷെ മൂപ്പർക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കൂല. എന്നാ അതങ്ങനെ ഗീബത്ത് പറഞ്ഞിടക്കൊന്നുമില്ല, അങ്ങനെ പറയുന്നില്ല. ഒക്കെ മൂപ്പര് മനസ്സിലുണ്ടാവും എന്താണ് അയാളെ ക്വാളിഫിക്കേഷൻ, എന്താണ് അയാളുടെ എന്നതൊക്കെ അയാള് വാപ്പോജിക്ക് ശരിക്കറിയാം. മഹാരഥന്മാരെ കുറിച്ച് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അപരാധം പറഞ്ഞാൽ മൂപ്പരെ മുഖത്ത് നോക്കി നമുക്കത് മനസ്സിലാവും, അത് പറ്റിയിട്ടില്ല. ഉദാഹരണത്തിന് കോട്ടുമല ഉസ്താദ്, വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാര്, ഇങ്ങനെ തുടങ്ങി ഈ മലപ്പുറം ജില്ലയിലെ കുറെ മഹാമനുഷ്യരുണ്ടായിരുന്നല്ലോ. അവരിലൊക്കെ മൂപ്പർക്ക് ബന്ധമുള്ളവരെ പറ്റി പറയുമ്പോ വല്ലാതെ വാചാലരം. എന്നാ ചില ആളുകളെ പറ്റി പറഞ്ഞു, ഞാൻ ആളെ പേരൊന്നും പറയില്ല, ചില ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോ അതൊന്നും എനിക്ക് കേൾക്കണ്ടെന്നില്ല ഒരു ഭാവമായി. അവിടെ വളരെ അടുത്തെറിഞ്ഞ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഇത്രയൊരു വലിയ മനുഷ്യരെ കുറിച്ച് അല്ലാതെ പറഞ്ഞോട് പറഞ്ഞ കാര്യമല്ല. വല്ലാതെ നിർബന്ധിച്ചാൽ മൂപ്പർക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നമ്മളോട് പറയും, അത് ശരിയായിരിക്കും. അതുപോലെ ആളളക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ആളളക്കുന്ന പരിപാടി അദ്ദേഹം ഒറ്റയടിക്ക് ആളളന്നാല് പലപ്പോഴും നമുക്കൊക്കെ ഭയങ്കര ദേഷ്യം. ഇവിടെ ഒരു ആദിവാസി സഹോദരൻ വന്നിട്ട് എനിക്ക് മുസ്ലിമാണെന്ന് ആദ്യം എൻ്റെ അടുത്ത് റൂമിലൊക്കെ വന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ്, അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്നത് വാപ്പോജിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇവിടുത്തെ ഒരാളെ കെയർ ഓഫിലാണ്. ഒരുപക്ഷെ എന്നേക്കാൾ മുമ്പ് വാപ്പോജി അറിഞ്ഞിട്ടുണ്ടാവും ഈ വിഷയം. പക്ഷെ അറിയാത്ത മാതിരി ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പള്ളിക്ക റൂമിൽ വലിയ മൂല്യരൊക്കെ ആണല്ലോ, ഇഞ്ചരുത്ത് ഇങ്ങനെ ഒരാൾ ഇസ്ലാം മതം വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ അതിൽ ഷാറായിട്ട് ഇങ്ങനെ ഒരാൾ മുസ്ലിമാകണം എന്നൊക്കെ പറഞ്ഞ് വന്നുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷയം അവതരിപ്പിച്ചപ്പോൾ മൂപ്പര് ഇങ്ങനെ മൈൻഡ് ചെയ്യാതൊക്കെയാണ്. പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ചോദിച്ചു, ഓരോ മുസ്ലിമാക്കണ പണിയല്ലേ ചോദിച്ചു. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നമ്മളെ റൂമ് കയറി ഒന്നും കണ്ടിച്ച് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ആണ്ടറിയാൻ പറ്റും എനിക്ക് ചോദിച്ചു. അങ്ങനെയല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ നമുക്ക്. ഒഞ്ഞിവരുണ്ടോക്കെയാണ് അന്ന് അങ്ങനെ പോയി. പിറ്റേ തൊള്ളിയേച്ചും വന്നു അയിലോനെ വിളിച്ചിട്ട് വെച്ചു, ഇജ്ജ് പെടുന്ന പെണ്ണു കണ്ടു വെച്ചിരിക്കുന്നത് ഇട്ടേ മുമ്പല്ല പെണ്ണും കണ്ടു വെച്ചിട്ടാണോ? അപ്പൊ ഈ പറയുന്ന ആള് സത്യത്തിൽ ആരാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇവിടുത്തെ ഏത് മൊട്ടനെയും അറിയാലോ, മൊട്ടനാണ് ശരിക്കും പറഞ്ഞത്.
മൂപ്പർക്കറിയാത്ത നമുക്കറിയുന്നതൊക്കെ മൂപ്പർക്കറിയാം. അപ്പൊ നമ്മളെ പിന്നെ മമ്പാടൻ ചെറിയക്കാരൻ്റെ വീട്ടിൽ പണിയെടുത്തിരുന്ന ഒരു മുട്ടനാണ്. അപ്പോ ഓനൊക്കെ ഇപ്പോഴേ എന്തിനാ വരുന്നു എന്നൊന്നും മനസ്സിലായി. ഒരു 2-3 വട്ടം വരട്ടെ. അപ്പൊ പിന്നെ 3 വട്ടം വന്നപ്പോൾ മൂപ്പര് ഇതിന്റെ പ്രായോഗിക നടപടികൾ ചോദിച്ചു. മൂപ്പരൊന്നും ഇടപെട്ടില്ല. പക്ഷെ ചെറിയാക്കാരനെ വിളിച്ചു. ചെറിയനാജിനെ വിളിച്ചിട്ട് പറഞ്ഞല്ല, എൻ്റെ പണിക്കാരനാളി പറഞ്ഞു. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞേക്കണത്, എങ്ങനെയെങ്കിലും പോയി ഓൻ അതല്ലാതെ അടങ്ങൂല. കാരണം ഓൻ ഇഞ്ച കുട്ടികളപ്പം ഇങ്ങനെ നടന്ന് ശീലമായിട്ട് പിന്നെ എന്തായാലും മുസ്ലിം ആണെന്ന് പറയണം. ഓനെ ജോല പെണ്ണും കണ്ടു വെച്ചു. പക്ഷേ അല്ലേ, അങ്ങനത്തെ കേസൊന്നുമില്ല. അതിലും ചോട്ട് പറഞ്ഞു. എന്നാല് എന്താ വേണ്ട വെച്ചാൽ ചെയ്തളാറില്ല. ഞാൻ കൊണ്ടുപോയി പൊന്നാനി കൊണ്ടുപോയി ഇസ്ലാം മതം വിശ്വസിപ്പിച്ച് അങ്ങനെ അതിന്റെ തുടർ നടപടിയൊക്കെ സ്വീകരിച്ചു. അപ്പൊ ഒരു മനുഷ്യൻ ഒരാളങ്ങനെ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായപ്പോ പറഞ്ഞു, ഞങ്ങളെ പള്ളിത്തോടുവിൽ കുറച്ച് സ്ഥലമുള്ളൂ. ആള് വന്നതുമില്ല. വേറെ പള്ളിത്തോട് കുറച്ച് സ്ഥലമുള്ളൂ. അതിനെ ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അന്നെയും കൂടി ഏറ്റേണ്ട ഗതികളുണ്ടാവുന്നല്ല. എന്താ പള്ളി പറയാം. അതേ സമയത്ത് ചില സമയങ്ങളിൽ ചില ശൗര്യങ്ങൾ. ഇവിടെ സ്കൂളിൽ കേസുണ്ടായിരുന്ന ഒരു മാഷുണ്ടായിരുന്നു. ക്ലാസ്സിലൊക്കെ നിരീശ്വരവാദം അന്ന് പക്കയിൽ പറയുന്നൊരു മനുഷ്യൻ ജോർജ്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. പേര് ജോർജാണ്. രേഖയിലെ അജയരുമായി അന്ന് ആ കാലഘട്ടത്തിൽ നല്ല അധ്യാപകർ കുറവായ ഒരു കാലഘട്ടത്തിൽ നിയമിച്ചതാണ്. ഇന്നലെ ഇപ്പൊ നമുക്ക് ഇഷ്ടംമാതിരി തിരക്ക് നമ്മളെ സമുദായത്തിൽ നിന്ന് തന്നെ ആളുകളെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാനും ഈ അസർക്കിനൊക്കെ അജയർ പുറത്ത് അവിടെ പത്രം വായിച്ചിരിക്കുന്നു. അതിലുണ്ട് ഇങ്ങനെ അസ്വാഭാവികമായ ചൂടാലിയോടാണ്. ആചാർ അങ്ങനെ പറയാറില്ല. മാത്രമല്ല കെൽബ് എന്നുള്ള അക്ഷരമൊക്കെ പറയും ചെയ്യും. പടച്ചോനെ അങ്ങനെ പറയില്ലല്ലോ, അങ്ങനെ അശ്ലീലൊന്നും പറയാറില്ലല്ലോ. അപ്പൊ നോക്കുമ്പോ മാഷാണ്. മാഷിന്റെ ഒരു പോക്ക് പോയിട്ട് അപ്പൊ ടീക്കാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, സ്കൂളിലെ ഒരു സംഭവം ഇവർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണ്. ഹൈക്കോടതിയിൽ കേസുണ്ട് ഈ വിഷയവുമായി. ഇത് പറഞ്ഞ് അതിന്റെ ഇടയിൽ ഇയാൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞൊരു സംഭവം ആചാര്യ ഇടയിൽ എത്തുകയും അത് പറഞ്ഞുകൊണ്ടാണ് ആ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അതിതീവ്രമായി പ്രതികരിക്കേണ്ട ഒരു സ്ഥലത്ത് അതിതീവ്രമായി പ്രതികരിക്കാൻ ശൗര്യം കാണിക്കുക എന്ന് പറയുന്നത് അവിടെ ഷോപ്പിങ്ങിനൊന്നുമല്ല. മാഷല്ലേ, തെക്കൻ ജില്ലക്കാരനില്ലെന്ന് യാതൊരു പരിഗണനയും കൊടുക്കാതെ മുഖത്ത് നോക്കി പറഞ്ഞ് ആട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത്തിബാ ചെയ്ത് ഒരു മനുഷ്യൻ പഠിക്കണം എന്നില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി തുടരട്ടെ എന്ന് മൂസാ നബി ചോദിച്ചതുപോലെ ഈ കാണുന്ന മഹാരഥന്മാരെയൊക്കെ, പാണക്കാട് സാദാത്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രമാദമായ ഒരു സംഭവം ഉണ്ടല്ലോ. എന്ത്, ജില്ലാ പഞ്ചായത്തിലേക്ക് അഷ്റഫ് അലി മത്സരിക്കുമ്പോൾ, ഇവിടെ പിന്നെ ഇങ്ങനെ പറയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, മത്സരിക്കുന്ന സമയത്ത് അന്ന് യൂത്ത് നേതാക്കളിലൊക്കെ ചെറിയ തരം ലിബറലിസം കടന്നു വരുന്നു എന്ന ആക്ഷേപം. ഞാനും നല്ല നിരീക്ഷകനാണ്. അങ്ങനെ ദാറുൻ നജാത്തിന്റെ ഓഫീസിലേക്ക് അഷ്റഫ് അലിനെ വിളിച്ചു വരുത്തി. ഞാനാണ് അവനോട് പറഞ്ഞത്, ജദ്ദുലിയുടെ കുട്ടിയാണ്, ഉസ്താദുമാരൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ നല്ല അഭിപ്രായമുള്ളത്, ഇത് എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചിലതൊക്കെ തിരുത്തേണ്ടതുണ്ട്. ശരീഅത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ പത്രങ്ങളിൽ വന്നതും ഒക്കെ അതൊക്കെ തിരുത്തേണ്ടതുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു തിരുത്തലുണ്ടായാൽ അത് എനിക്ക് നന്നായിയുള്ളൂ എന്നൊക്കെ ഉപദേശിച്ച കൂട്ടത്തിലാണ്. പക്ഷെ അതിന്റെ പരിണിതികളൊക്കെ മറ്റൊരു രീതിയിലേക്ക് മാറുമ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമായ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, അഷ്റഫ് അലിനെ ആരെവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചു? ഓ എനിക്കറിയില്ല. ആറ്റപ്പ് നോക്കിയ സ്ഥാനാർത്ഥിയില്ലേ ചോദിച്ചോ? ആയിരിക്കാം. ആറ്റപ്പ് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നമ്മളിപ്പോ പറയണ്ട, അത് മൂപ്പരെന്തേലൊക്കെ ആലോചിച്ചിട്ടാക്കിയതിലേക്ക് നമുക്ക് മനസ്സിലായോ ചോദിച്ചു? മനസ്സിലായി. അവിടെ എന്നോട് തർക്കിക്കാനോ ഞാൻ കൊണ്ടും തർക്കിക്കാൻ പോയില്ല. കാരണം അങ്ങനത്തെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ അവരെ കാരണന്മാരായി തന്നെ കാണുന്ന. എന്നാൽ ഞാൻ പലപ്പോഴും തർക്കിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് SKSF രൂപീകൃതമായി അടക്കാക്കുണ്ട് യൂണിറ്റിലെ വലിയ നല്ല പ്രവർത്തകർ 10-40 ആളുകൾ ഞങ്ങൾ സ്വന്തം ഓഫീസ് ഉണ്ടാക്കാൻ പൈസ വിറ്റ് തുടങ്ങിയ ഒരു കാലം ഉണ്ടായി. അത്രമേൽ വലിയ ശക്തമായ യൂണിറ്റ് ഉണ്ടായി. ഹൈസ്കൂളിന് പഠിക്കുക ഒരു സൈറ്റ് വെച്ചു. ഞാൻ നാട്ടിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നം. സൈറ്റുമേ വിദ്യാഭ്യാസ നീതി സംരക്ഷണ സമിതിയുടെ ഒരു നോട്ടീസ് ഒട്ടിച്ചത് ചീന്തി SKSF എന്നാണ്. അജയര് ക്ഷുഭിതനായിട്ട് മുലിയരൻ വറ്റങ്ങളെ നിങ്ങളെ പിന്നെ SKSF ഒരു ചുണ്ണാമ്പുഞ്ചി ഇവിടെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. കുട്ടികളന്ന് ഫോണൊന്നുമില്ലല്ലോ. ഞാൻ വന്നപ്പോൾ കുറെ ആൾക്കാർ പാഞ്ഞു വന്നോട് പറഞ്ഞു, അജയര് ഭയങ്കരതാണ്, നിങ്ങളെ പള്ളിക്ക് കയറ്റൂലാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചപ്പോ ഇതാണ്, അന്ന് മഹാനായ E.T. മുഹമ്മദ് ബഷീർ അദ്ദേഹം മുസ്ലിം സമുദായത്തിന് കുറച്ച് കോളേജുകൾ അനുവദിച്ചു. ദാറുൻ നജാത്തൊക്കെ അന്ന് ഇൽപ്പെട്ടതാണ്.
തങ്ങന്മാർക്കും കോളേജ്, മൂല്യന്മാർക്കും കോളേജ് എന്നൊക്കെ പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് മുദ്രാവാക്യമൊക്കെ വിളിച്ചാക്കാൻ. അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതോടുകൂടി പൂർണ്ണമായും മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസാവകാശങ്ങളെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനുവേണ്ടി ONV കുറുപ്പ് അടക്കമുള്ള ആളുകൾ താത്വികമായി അതിന് പിന്നെ മാനങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്ത ഒരു സമയത്ത് ഒരു പബ്ലിക് ഒരു പ്രക്ഷോഭത്തിലേക്ക് മുസ്ലിം സമൂഹം പോവാണ്. എല്ലാ അവാന്തര വിഭാഗവും സുന്നി മുജാഹിദും ജമാഅത്തും MSSഉം MESഉം ഒക്കെ ചേർന്ന് കൊച്ചിയിൽ ഒരു വിദ്യാഭ്യാസ നീതി സംരക്ഷണ റാലി നടത്തുന്നു. ഉസ്താദ് ആയിരുന്നു അതിന്റെ കൺവീനർ, മാനുവലിയർ, വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി എന്നില്ല. അപ്പൊ ഉസ്താദ് ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഇവിടെ ഒരു യോഗം ചേർന്നു, കാളിയാവുന്ന ഒരു ബസ് വിടണം. അപ്പോജി പറഞ്ഞു ബസ് നമുക്ക് വിടാം. എന്നോട് പറഞ്ഞു ആളുണ്ടാക്കാൻ നോക്കിയോ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നോട്ടീസ് ലീഗ് ബേസിലും സമസ്ത ബേസിലും ഒക്കെ വരുന്നുണ്ട്. ലീഗ് ബേസിൽ വന്നൊരു നോട്ടീസ് SKSFന്റെ ബോർഡുമേ നമ്മളെ അസൈനാരും ടീമൊക്കെ ഒട്ടിച്ചു. ഓലൊന്നും വിചാരിച്ചിട്ട് ഒട്ടിച്ചല്ല. SKSFന് എല്ലാവരും ഉള്ളതാണല്ലോ. നമ്മൾ SKSFന് വന്നാൽ ഓല് ഒട്ടിക്കേണ്ടതാണ് ഈ സംഭവം. കാരണം അത് ഒരു രാഷ്ട്രീയ പരിപാടിയൊന്നുമല്ലോ. പക്ഷെ ഇത് നമ്മളെ ഇവിടുത്തെ കുട്ടികൾ അന്ന് അപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇത് അറിയില്ല. ലീഗർ SKSFന്റെ കൊണ്ടുപോയി നോട്ടീസ് ഒട്ടിച്ചു പറഞ്ഞിട്ട് പോലെ ജീവിക്കും. ഇപ്പൊ ആചാര്യ എന്നാൽ ഈ കുട്ടികളെ വിളിച്ചെന്താണ് വിഷയം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. ഞാനാണെങ്കിലോ പിറ്റേന്നല്ലേ വരുള്ളൂ. ഞാൻ മൂപ്പരോട് എടുത്തേക്ക് ചെന്നു, ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത്, ഓൾക്ക് അറിയായിട്ടാണ്. അത് അവരോട് അതൊന്നല്ല, ഓലെ പറ്റൂല, ഓലെ ഞാൻ ആ ബോഡി അടുത്ത് വിളിച്ചറിയുന്നൊക്കെ നിങ്ങൾ കാര്യം പറയുന്നത് മനസ്സിലാക്കി. ഓല അങ്ങനെയല്ല ചെയ്തത്, അങ്ങനെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. കുറെ നേരം ഞാൻ പൂമോത്തിരുന്ന് വർത്താനം പറഞ്ഞു. ഞാൻ ഇനി അയിമ ഒട്ടിച്ചും ചോദിച്ചും ഞാൻ ഇനി അയിമ ലീഗിന്റെ ഒരു കൊടിയും കെട്ടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു SKSFന്റെ നിങ്ങൾ ലീഗിന്റെ കൊടി കെട്ടടിച്ചപ്പോൾ നിങ്ങൾ കെട്ടുക, ഞാൻ കഴിച്ചിടുന്നു. അങ്ങനെ ഞാൻ പോന്നിട്ട് ജുബാക്ക് വന്നിട്ട് അവിടെ ഇരിക്കുമല്ലോ, റൂമിൽ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ ഞാൻ എൻ്റെ പ്രതികരണം എന്താണ്, നിന്നെ ഇങ്ങനെ മൂപ്പര് നോക്കുകയാണ്. അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ട് എന്തേപ്പം നിങ്ങൾ തീരുമാനിച്ചു ചോദിച്ചു. ആ ചെറുക്കന്മാരൊക്കെ ഒന്ന് വിളിച്ചിരുന്നു. അയ്യാ സന്ദേശം വിളിക്കണ്ടേ, എന്നിട്ട് ഓലോട് കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ, തീർന്ന ആ വിഷയം. നമ്മളിപ്പോ അതിനപ്പുറം വേറെ സംസാരിക്കാനൊന്നും ആചാര്യോട് പോകില്ല. പക്ഷേ ആചാര്യ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് നമ്മളെടുത്ത് വന്നുകൊണ്ട് അത് അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുക ഒരു മടിയും. എത്രയോ തവണ പല വിഷയങ്ങളിലും ഇപ്പോൾ ഇവിടെ പള്ളി പൊളിച്ച് അതിൻ്റെ മരങ്ങളും ഓടുമൊക്കെ നിലത്ത് ഇപ്പോൾ ഈ തെങ്ങിൻ തോട്ടത്തിൽ അവിടെ പാടാണ്, അവിടെ ഇറക്കി വെച്ച് മദ്രസ പൊളിഞ്ഞടിയപ്പോൾ മദ്രസ ഞങ്ങൾ 7ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു ഷെഡ് കെട്ടിയിരുന്നു, അതാണ് പൊളിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചു. PT മർഹൂം PT മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന് ഖബർ വിശാലാക്കി കൊടുക്കുമാറാവട്ടെ. പപ്പുവാജിന്റെ ഒരു സഹയാത്രികനാണ്. എതിർപ്പില്ലാതെ കൂടെ നടന്നൊരു മനുഷ്യൻ, വിയോജിപ്പുണ്ടെങ്കിലും ചർച്ച ചെയ്യുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ പോയിക്കോളിയാ. മാനുവാക്കഞ്ഞോട് പറഞ്ഞു ഞാൻ ഏതായാലും കാക്കാൻ്റെ അടുത്തേക്കില്ലായിരുന്നു, ആ ചീത്തേക്കാൻ ഞാൻ ഇപ്പം പോരില്ല. അതില് ചെന്ന് ഞാൻ PT ഏതായാലും പറഞ്ഞു ഞാൻ പോരാ, പക്ഷെ ഞാനൊന്നും പറയില്ല കേട്ടോ. ഇവിടെ ഒന്ന് പറഞ്ഞപ്പോ ആദ്യം എടുത്തേക്ക് പറഞ്ഞു നാട്ടുകാരെ കുട്ടികളെ പഠിപ്പിച്ചു ചോദില്ലേ, പള്ളിപ്പണിയായിട്ട് തന്നെ കുഴങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കുറെ. പക്ഷേ മദ്രസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില വാശി ഉണ്ട്, കാരണം അത് നാട്ടിൽ നടക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഇവിടെ മദ്രസ പൊളിഞ്ഞാടി എന്ന പേര് അടക്കാക്കുണ്ടിൽ വന്നാല് ഞാൻ ചെങ്കോട് പാലം കഴിഞ്ഞാൽ ഇരിങ്ങാട്ടിരിക്കാരനാണ്. വാപ്പുവാജിന്റെ നാട്ടിൽ മദ്രസ പൊളിഞ്ഞാടി എന്ന് എനിക്കെന്താ ചെയ്തം? അവിടെയാണെങ്കിലും ക്രിസ്ത്യാനികളുടെ ഒരു സെന്ററാണ് അന്ന്, ഇപ്പോഴും ക്രിസ്ത്യാനികളുണ്ട്. അവിടെ ഒരു മദ്രസയൊക്കെ പൊളിഞ്ഞാടിയിട്ട് പിന്നെ ആ കുട്ടികളായിട്ട് ഇല്ലെങ്കിൽ ഞാൻ പള്ളിക്ക് കൊണ്ടുപോകാ കുട്ടികളെ ക്ലാസ്സൊക്കെ ഞാൻ നടത്തും. അത് പറ്റൂല. എന്നാ പിന്നെ ഇവിടുത്തെ ഈ ഹൗലുങ്കരിയും ഇതൊക്കെ പിടിച്ച മരവും ഓടൊക്കെ തരണം. അതതിന് പള്ളിന്റെ അല്ലേ, പള്ളിന്റെ പറ്റുന്ന പറഞ്ഞു. അതിൽ പറഞ്ഞോട് അജ്ജു പറഞ്ഞാൽ പോരാ. എനിക്കറിയാതെ എന്തിനാണ് മാനൂലേര് പറഞ്ഞാൽ പറ്റും എനിക്കറിയാം. ഞാനപ്പോ തന്നെ പട്ടണാബു സാഹിബിന്റെ മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങിയിട്ട് നേരെ കണ്ണത്ത് പോയിട്ട് അവിടുന്ന് ഫോൺ ചെയ്യും. പിറ്റേന്ന് രാവിലെ തണ്ടുകൊടുത്ത് ആശാരി കുഞ്ഞാനേറ്റന്റെ കയറിയതാണ്. 2014 വരെ ഈ കാണുന്ന നജ്മുൽ ഹുദ മദ്രസയും അതിനോടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ആ വാപ്പുഹാജിയുടെ കരങ്ങളാലാണ് പിന്നീട് പുലർത്തുന്നത്. പലപ്പോഴും കരയേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ആളുകൾ മനസ്സിലാക്കുന്നത്, നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്,
കാരണവന്മാരെയും ഉസ്താദുമാരെയൊക്കെ മനസ്സിലാക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ. ബാപ്പുഹാജിയെ കുറിച്ച് മനസ്സിലാക്കാത്ത പുതിയ തലമുറ അദ്ദേഹത്തിന് കരയിപ്പിച്ച ഒരു അനുഭവമാണ് മദ്രസയിൽ ഉണ്ടായത്. ഞാൻ ഇന്നും വേദനയോടെ ഓർക്കുക. കാരണം ആ മദ്രസ ആ രീതിയിലാക്കി. ആദ്യമൊന്നും റബിയുൽ അവ്വലിന് കായ്വെച്ചാലും കൂടി ബാപ്പുഹാജി കൊടുത്തിരുന്നില്ല. കാരണം കുട്ടികളും മദ്രസക്ക് നിറച്ച കുട്ടികളില്ലല്ലോ എന്ന് പറഞ്ഞു. പള്ളിയാന്ന് നോക്കിക്കോളാൻ. അവിടെ ഒരു ചന്ദ്രിക പത്രം ഉണ്ട്, അതിന്റെ പൈസ മുപ്പര കൊടുക്കുക, കറണ്ടിന്റെ ചാർജ് മുപ്പര കൊടുക്കുക, മൂല്യർക്ക് ചിലവാള കൊടുക്കുക. പിന്നെ ആ വരിസംഖ്യന്ന് മാത്രം മൂല്യർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ചോദിച്ചാൽ ബാക്കി ഒരു ചെലവ് ആരും അറിയേണ്ടിണ്ടായിരുന്നില്ല. അതേസമയത്ത് മദ്രസയെങ്കിലും നിങ്ങൾ നടത്തി ഒന്ന് നടത്തട്ടെ എന്ന കാര്യം നല്ല കൊടുക്കൂല വെച്ചാൽ അദ്ദേഹമാണല്ലോ പിന്നീട് കോടിക്കണക്കിന് ഉറുപ്പി വരുന്നെന്നാ കാണുന്ന സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഒരു ആളായി എന്നത് മാത്രമാണ് ഞാൻ ചെയ്ത സേവനം. ഞാൻ അത്രേ വിശ്വസിക്കുന്നത്. അതേ സമയത്ത് ഞാൻ വേറെ ചില വിഷയങ്ങളിൽ പ്രിയപ്പെട്ട ബാപ്പുഹാജി, നമുക്കറിയാത്ത രാഷ്ട്രീയ സാമൂഹ്യ സമസ്യകൾ വരുമ്പോൾ നയരൂപീകരണത്തിന് നമ്മളൊക്കെ ഇങ്ങനെ വിഷമിക്കുമല്ലോ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളെ അതിനകത്ത് CH ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന കാത്തിരിക്കും, ചന്ദ്രികയിൽ എന്താ പറഞ്ഞത് സംബന്ധമായി. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ലല്ലോ. ഇപ്പോ ഈ 1988 ദൗർഭാഗ്യകരമായ സമസ്തയിലും സുന്നി രംഗത്തൊക്കെ ഉണ്ടായ പിളർപ്പിനു ശേഷം അങ്ങനെ അപ്രമാദിത്വമുള്ള ഒറ്റ പ്രസ്താവനയോ നേതൃത്വമോ ഇല്ലാതെ പോകുന്നൊരു സമയത്ത് അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ സമസ്യകളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അവിടെ നയരൂപീകരണത്തിന് വേണ്ടി ബാപ്പുഹാജി 1-2 ഒക്കെ ദിവസം സഹിക്കും. പക്ഷെ പിന്നെ മൂപ്പര് ഇതിലൊക്കെ പോയി വന്നാലേ മൂപ്പര് പറയുന്ന അഭിപ്രായങ്ങള് അത് കറക്റ്റായി എന്ന് പറഞ്ഞാൽ അത് മൂപ്പര് നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ട് ആ കാര്യം പഠിച്ച ശേഷമായിരിക്കും പറയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രശ്നം ഉണ്ടാകുന്ന കാലത്ത് നിങ്ങളൊക്കെ ഇപ്പൊ എഴുതി വായിച്ച ചരിത്രത്തിൽ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ബാപ്പുഹാജിയും ഷെരീഫ്. ശംസുൽ ഉലമ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് മറുഭാഗത്ത് നിൽക്കുകയും ഈ ഭാഗത്തേക്ക് വന്ന് സേട്ടു സാഹിബിന്റെ വളരെ നയതന്ത്രപരമായ ഒരു നന്ദി സന്ദർശനാണ് ശംസുൽ ഉലമ. എന്നിട്ട് ഇത് ശരീഅത്ത് സംവാദം അതുപോലെ പേഴ്സണൽ ലോ ഒക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പ്രസംഗിച്ചു തുടങ്ങുന്നത്. ആ കാലഘട്ടം തൊട്ട് സമർത്ഥമായി KT മാനു മുസ്ലിയാരും CH ഹൈദ്രോസുലും നാട്ടിക വി മുസ്ലിയാരും ഒക്കെ സമർത്ഥമായി ശംസുൽ ഉലമനെ പിന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. ഉമ്മത്തിന്റെ പൊതുധാരയിൽ നിന്നുകൊണ്ട് ശംസുൽ ഉലമയുടെ ഒരു തൗഫീഖും കൂടിയാണത്. കാരണം പലപ്പോഴും ഒറ്റപ്പെട്ട ശബ്ദാകാറുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ശംസുൽ ഉലമന്റെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളവർ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഞാനടക്കം ഖുർആൻ പരിഭാഷയെ കുറിച്ച് ഞാൻ ദർസ് പഠിക്കുന്ന കാലത്ത് ശംസുൽ ഉലമയുടെയും EK അസമുലിയർ നവറല്ലാഹു മർഖദഹുമ മഹാന്മാരാണ് അവരൊക്കെ. അവരുടെയൊക്കെ അഭിപ്രായത്തോട് വിയോജിച്ച ആളാണ് ഞാനന്ന് KV ഉസ്താദിന്റെ പരിഭാഷ ഞങ്ങളെ ഇരിങ്ങാട്ടിരി വെച്ചാണ് അത് എഴുതുന്നത്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KV ഉസ്താദ് എപ്പോഴും മാനുവലിയർ റൂമിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് ചെറുപ്പത്തിലെ നമ്മൾ കേട്ടുപഠിച്ച ഈ പരിഭാഷയെ സംബന്ധമായ വിഷയത്തിൽ ഞാൻ ഒരു വട്ടം തല്ലൂടാൻ തന്നെ പോയിട്ടുണ്ട്. കാരണം ഇപ്പൊ മുജാഹിദായ മുർബൈസി ഉണ്ടല്ലോ, കരുവാരകുണ്ടിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു മുർബൈസി ഉണ്ട്, മുജാഹിദാണ്. ഓതി പഠിക്കണ കാലത്ത് ഞാൻ ഇരിങ്ങാടി ദർശനം ഓതുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശംസുൽ ഉലമയായാലും വേണ്ടില്ല, EK അസമുലിയായാലും വേണ്ടില്ല, പരിഭാഷ കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞത് ഒരു അപക്വമാണ് എന്ന് പറഞ്ഞു. അത് പറയാൻ പോയിക്കണ കുട്ടികളല്ലേ, നമ്മൾ പറയാൻ പോയിക്കണ ഒരു ഭാഷയിൽ അതിൽ ബന്ധമുള്ള ചിഞ്ചു ശംസുൽ ഉലമക്ക് പക്വതല്ല എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് തുണിയൊക്കെ മടിക്കുത്തി ഇജ്ജിനെ തച്ചിട്ടൊന്നും അയാൾക്ക് പക്വത ഉണ്ടാവില്ല അറിയാം. അതുകൊണ്ട് പക്വത ഉണ്ടാവില്ല. ഇത് സത്യത്തിൽ പരിഭാഷ കുഫരിയത്തിലേക്ക് എഴുതിക്കണമെങ്കിൽ അത് തെറ്റന്നെയാണെന്ന് നമ്മളത് വാദിക്കാം. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമുക്ക് പല വിയോജിപ്പുകളും പലരോടും ഉണ്ടായിട്ടുണ്ടാവാം. അത് നമ്മളെ വിയോജിപ്പല്ല, നമ്മളെക്കാൾ വലിയ മഹാന്മാർ വിയോജിക്കുന്നത് കണ്ടു വിയോജിച്ചതാണ്. എന്തായിരുന്നാലും ഞാൻ പറയുന്നത് ശംസുൽ ഉലമക്ക് വലിയ തൗഫീഖ് ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പൊതുധാരയിലും അതോടൊപ്പം തന്നെ സാദാത്യങ്ങളോടൊപ്പമൊക്കെ നിന്ന് ഇന്ന് ലോകപ്രശസ്തമായ പണ്ഡിതന്മാർക്ക് പലർക്കും ലഭിക്കാതെ പോയ മഹാസംഭവങ്ങള് വരക്കൽ മുല്ലക്കോയ തങ്ങളെടുത്ത് മക്ബറുണ്ടായി. അതൊക്കെ വളരെ ബുദ്ധിപൂർവകമായ ശംസുൽ ഉലമയുടെ ആ അവസാന ആക്തിബത്തിന്റെ നന്നാകുന്നതിന്റെ ഒരു വല്ലാത്ത സൗഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ബാപ്പുഹാജി ഒരുപാട് കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു മനുഷ്യനാണ്. ചെറിയ മനുഷ്യനാണ്. വലിയ മനുഷ്യനായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ ഉമ്മത്തനാഥമാകുന്ന സമയത്ത് നാട്ടുപ്രമാണിമാരും കർഷക പ്രമാണിമാരുമായ ഈമാനുള്ള മനുഷ്യർ അന്ന് ആ കാലഘട്ടങ്ങളിൽ പരിക്കമുണ്ടും തോർത്തുമുണ്ടേറ്റ് തലയിൽ കെട്ടുകയും അല്ലെങ്കിൽ ഒരു കള്ളിത്തുണി എടുക്കുകയൊക്കെ ചെയ്തിരുന്നവർ പലരും ഉത്തരം കിട്ടാൻ മാത്രം അള്ളാന്റെ അടുക്കലെടുത്ത ഹദീസുണ്ടല്ലോ,
മഹാനായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അവര് ദ്വാർന്നാല്, അവരൊരു സത്യം ചെയ്താൽ അത് പുലരും. അതുപോലെയുള്ള നാടന്മാർ എനിക്കറിയായിരുന്നു കുറെ ആളുകൾ. അങ്ങനെ കാരണവന്മാര് സ്വയം രൂപപ്പെട്ടതാ. ബാപ്പുജിക്ക് അങ്ങനെ രൂപപ്പെട്ടതാ. മുടിവെട്ടാൻ കായിന് കാര്യസ്ഥന്മാരടുത്ത് നിന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് ഇവരിനോട് പറഞ്ഞു. വല്യാപ്പാന്റെ ഒക്കെ കായിട്ടാനേ മുടിവെട്ടണം. അത് പറയണമെങ്കിൽ കുളക്കുന്നത്ത് അല്ലെങ്കിൽ അവരാരെങ്കിലും വന്നിട്ടുണ്ട്. പിന്നെ എന്താക്കുക, അഹമ്മദാജിന്റെ ഒക്കെ ചെറുക്കന് മുടിവെട്ടാൻ പോണെന്ന്, അല്ലെങ്കിൽ ബാർബറ വിളിക്കലാണെന്നും അങ്ങോട്ട് വരവാണ്. അതിനു മാത്രം ദാരിദ്ര്യവും പ്രയാസവും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അതിൽ നിന്നൊക്കെ വന്ന് ബാപ്പുഹാജിയുടെ പിതാമഹന്റെ മരണത്തിനു ശേഷം ഇന്നീ കാണുന്ന സാമ്രാജ്യങ്ങളൊക്കെ പലപ്പോഴും അന്യാധീനപ്പെട്ടു പോകുമായിരുന്നത് പലരോടും കേസുകൂടി അതിന്റെ രേഖകളൊക്കെ ശരിയാക്കി അദ്ദേഹം അങ്ങനെയാണ് പ്രമാണിയായതാണ്. ആ പ്രമാണിയാകുന്ന കൂട്ടത്തില് ഉമ്മത്ത് നിൽക്കുന്നിടത്ത് അന്നൊരു നാട്ടുപ്രമാണിയായി ഇങ്ങോട്ടേക്ക് എന്തോ ആയിരുന്നു. ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി, യൗവനത്തിലോ അദ്ദേഹത്തിന്റെ നിറഞ്ഞ സാമ്പത്തിക സുഖം സന്തോഷങ്ങളൊക്കെ ഉള്ള ഒരു സമയത്തോ അദ്ദേഹം നിസ്കാരം ഉപേക്ഷിക്കുന്നവനായിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഞങ്ങളൊക്കെ നിരീക്ഷിച്ച് പലരോടും ചോദിച്ചു. അതുപോലെ തന്നെ വേണമെങ്കിൽ നല്ല പെണ്ണ് കുടിയനും നല്ല കള്ളു കുടിയനും ഒക്കെ ആകാമ്പായിരുന്ന കാളിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. സഞ്ജീവറിസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പഴയ കാലത്ത് മെഡിക്കൽ, പിന്നീട് നിരോധിച്ചു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയിരുന്നൊരു സാധനമാണ്. ആ സാധനം വെള്ളത്തിൽ കലക്കി കുടിച്ചാല് അത്യാവശ്യം ചെറിയൊരു ഒന്ന് കിക്കാവും ഒക്കെ ചെയ്യും. ആ സാധനം ഇവിടെ കൊടുത്തിട്ട് വയല് പറയുന്ന മൂലേർക്ക് കലക്കി കൊടുത്ത നാടാണ് കാളിയാവ് തന്നെ. നിങ്ങൾ കേട്ടില്ല? ഞാനതൊക്കെ വാപ്പുവാജി പറഞ്ഞിട്ട് കേട്ടതാണ്. ഇന്നാക്കാണ് ആ ആളിങ്ങനെ അടിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ചേകനൂര് വന്നിട്ടുണ്ട്. ചേകനൂരിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ദർസില്. ഞങ്ങൾ ഇരിങ്ങാട്ടിരിന്ന് കാളിയാവുക്ക് നടക്കും. ഞങ്ങളൊരു 20 കുട്ടികള് കാളിയാവിൽ വന്നിട്ട് അബൂ ഹുറൈറ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു ഇത് പറയാനാ ഞങ്ങൾ വരുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ മറ്റേ വാദപ്രതിവാദം കേൾക്കാനെന്നല്ല. അയാൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അബൂ ഹുറൈറ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറനെ ചവിട്ടണം, ഖബറിൽ നിന്ന് എല്ലെടുത്ത് ചവിട്ടണം എന്നൊക്കെ പറയുന്ന ആളാണ് റളിയല്ലാഹു. മഹാനുഭാവനെ ചീത്ത അറിയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാനാ ഞങ്ങൾ വരവ്. അതിലൊരു SI വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടുന്ന വരുന്ന വെച്ചു. ഞങ്ങൾ ഇരിങ്ങാടി. ആരാ ഞങ്ങൾ ഉസ്താദ്? ഞങ്ങൾ ഉസ്താദ് മാനുവലിയറാണ്. അത് അന്ന് ഉസ്താദ് അവിടെ അല്ല, ഗൾഫിലാണ്. വിളിച്ച് ഫോണുണ്ടോ ചോദിച്ചു. ഫോണൊന്നുമില്ല. നാളെ തൊട്ട് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേന് അടിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളൊന്നും മടക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, കാളികാവിൽ സ്ഥിരമായ എല്ലാ പ്രതിലോമകാരികളെയും കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴാ കാളിയാവ് ഇങ്ങനെ ഇരിക്കുന്നത്. ആരൊക്കെ വിഘടിച്ചു നിൽക്കണുണ്ടോ അവരൊക്കെ കൊണ്ടുവരുമായിരുന്നു. അത് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പാപ്പാജിക്ക് എന്തും ആകായിരുന്നു. കാരണം ആ എന്തുമാകാമായിരുന്ന ഒരു സ്ഥലത്ത് മുഖ്യധാരയായ ഇസ്ലാമിക സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മാത്രമല്ല കാമ്പും കരളും ഉള്ള മനുഷ്യരെ കൂടെയായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളെ എടുത്തു പോയിട്ട് ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞു. തങ്ങളോട് ചോദിച്ചിട്ടാണ് തങ്ങളോട് ഹജ്ജിന് പോയിട്ടുള്ളത്. അവിടെ നിന്നിട്ട് തുടങ്ങി നിങ്ങൾ നോക്കി ആരോടൊക്കെ ഉണ്ടായിരുന്നു ബന്ധം. കണ്ണിയത്ത് ഉസ്താദിനോട് ബന്ധം ഉണ്ടായിരുന്നു, പൂക്കോയ തങ്ങളോട് ബന്ധമുണ്ടായിരുന്നു, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് വളരെ അടുപ്പുണ്ടായിരുന്നു. അറ്റപ്പൂ എന്ന് പറഞ്ഞാല് അറ്റപ്പൂ ഇപ്പൊ ഞാൻ പറയാൻ എനിക്കെന്റെ ഒരു ഓർമ്മ, എനിക്കിപ്പോ ഇവിടെ ഈ ഹിമയിൽ ഇങ്ങനെ കുത്തിരിക്കുന്നതിൽ ഒരുപാട് പ്രയാസമുണ്ട്. കൊടപ്പനക്കര അറ്റപ്പൂവിന്റെ വീട്ടിന്റെ ആ മേശക്ക വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതേ ഞാൻ ബല ഏൽപ്പിക്കുകയാണ് ഈ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യുമ്മ പിടിച്ചൊരു ഒരു അമാനത്ത്. ആ അമാനത്ത് ഏൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ മഹാന്മാരുടെ അടുത്തും മൂപ്പർക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നെ ചില വിഷയങ്ങളിലൊക്കെ ഈ കാലതാമസം വെച്ച് ഇങ്ങനെ പോകും. നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ മൂപ്പര് ഭയങ്കര ധൃതിന്റെ ആളേക്കാരം. എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അവിടെ കേട്ടെ പിന്നെ പറയാം. ആ പിന്നെ പറയാന്ന് പറഞ്ഞാല് നമ്മളും വല്ലാതെ പിന്നെ അതിന്റെ പിന്നാലെ കൂടാതിരിക്കുകയാണ് നല്ലത്. മൂപ്പര് നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ന്യൂനതകൾ കണ്ടു. ഒരു പ്രാവശ്യം ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഇയാളോട് ഇങ്ങനെ ഇയാളപ്പം ഇങ്ങനെ അതിലിഞ്ഞോട് വളരെ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിങ്ങനെ യാത്ര പോകണം. എനക്കിപ്പോ പോരാ എപ്പോഴും പറ്റൂലല്ലോ. ശരി കിരണ്ട് സംസാരിക്കുമ്പോ ഞാനൊരു 500 റുപ്യ കൊടുത്തിട്ടാണ് അവനെ കൊണ്ടുവന്നത്.
എനിക്കറിയ ഓർമ്മ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്ന സമയങ്ങളിൽ മൂപ്പർക്ക് ചില ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ. അപ്പൊ അതിന് പറ്റുന്ന ഒരാള് എപ്പോഴും കൂടെ ഉണ്ടാകാന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ക്വാളിറ്റി ഒന്നും ഇപ്പൊ ആലോചിക്കാറില്ല. എന്നാൽ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോ, ഇപ്പൊ ഇവിടെ ഈ വാഫി കോളേജ് വരുന്നതിന് മുമ്പ് ഇച്ചൊരു കോളേജ് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു 10 ഏക്കർ സ്ഥലത്ത് നമുക്കൊരു കോളേജ് ഉണ്ടാക്കണം എന്നാണ് മുപ്പര ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു കോളേജിന് കുറച്ച് വൈഡായ ഒരു കമ്മിറ്റി സംസ്ഥാന തലത്തിലൊക്കെ അറിയപ്പെടുന്ന ആരെങ്കിലും ഒക്കെ വേണം. കാരണം ഇത് ഹിമനം പോലത്തെ ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് 10 ആളെ നിർത്താം, ഞങ്ങൾ 11ാമത്തെ ആൾ എടുക്കണില്ല എന്ന് പറയാം. കോളേജ് ആകുമ്പോ ഒരു ക്ലാസ് കഴിഞ്ഞാൽ 2ാമത്തെ ക്ലാസ് വേണ്ടി വരുമല്ലോ. അപ്പൊ അത് നടത്താൻ കുറച്ചും കൂടി വിപുലമായ ഒരു കമ്മിറ്റി. അതിൽ ഒരു 10 ആളെ പേര് എഴുതിക്കൊണ്ടാണ്. ആ 10 ആളെ പേര് ഞാൻ എഴുതി കൊടുത്തില് മർഹൂം പി കുഞ്ഞാണി മുസ്ലിയാരെ പേര് വെച്ച് ബാക്കിയുള്ളൊക്കെ മുമ്പ് നിരാകരിച്ചു. ആളെന്നും ഞാൻ പറയുന്നില്ല, ആരൊക്കെ ഞാൻ എഴുതി കൊടുത്തു എന്നും നിരാകരിച്ചതാതൊന്നും പറയുന്നില്ല. ഞാനതോടുകൂടി നമ്മൾ പിന്നെ നമുക്കായിട്ട് പ്രത്യേക സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും, പിന്നെ ഞാൻ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഉംറക്ക് പോയി തിരിച്ചു വന്നന്നാണ് എന്നെ വിളിക്കുന്നത്. എവിടെ ചോദിച്ചു, ഞാനിങ്ങനെ പാടത്ത് വായക്കുട്ടി വിരിക്കുന്നുണ്ട് ഞങ്ങളവിടെ. അപ്പൊ അവിടെ പോയി കണ്ട് 4 വായക്കുട്ടി എടുക്കണം എഴുതി പോയതാണ്. ഞാൻ റോട്ടിൽ കണ്ട് കയറിയ ആ കേരളം ഇങ്ങനെ കയറിയതാണ് മർക്കസ് കയറി. കുറച്ചിങ്ങനെ കഴിഞ്ഞേക്കിനോട് ചോദിച്ചു, ഈ ഹക്കീം വൈസിനെ അറിയാൻ ചോദിച്ചു. ആ ഞാൻ ആറ്റപ്പ് ഒരു എഴുത്ത് കൊടുത്ത് പറഞ്ഞിപ്പോ ഇങ്ങനെ കോളേജ് ഓല് തുടങ്ങത്തരേ. അപ്പോൾ ആ കോളേജ് എന്തൊരു കോളേജ് ചോദിച്ചു. അത് നമ്മൾ വാഫി കോളേജാണ്. അപ്പൊ നമുക്കിപ്പോൾ ആരും പറഞ്ഞു തരുന്നുണ്ടല്ലോ, നമുക്കറിയാലോ ഈ സംവിധാനത്തിൽ. എന്നാ മർക്കസ് പോവുക പോലെ നമ്മളോട് ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയും. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉസ്താദും കൊടശ്ശേരി കുട്ടിയൊലിയരും ടീമൊക്കെ അവിടെ കാത്തിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് 2-3 ഡെമോ ഒക്കെ കാണിച്ചു കൊടുത്തു നമ്മളെ കോളേജുകളുടെയും പിന്നെ മറ്റു സംവിധാനം. പിന്നെ വഫിയന്റെ ക്യാമ്പസിൽ ഉള്ളിക്കൊക്കെ എന്ന് കയറി തിരിച്ചു. എന്നിട്ട് ചൂട് എന്താ എൻ്റെ അഭിപ്രായം? അഭിപ്രായമൊക്കെ മൂപ്പരിക്കുണ്ടേ. മൂപ്പരിപ്പോ മർക്കസ് കാണാത്ത മനുഷ്യനൊന്നുമല്ലല്ലോ. മൂപ്പര് മർക്കസ് കാണാത്ത ആളല്ല. കുഞ്ഞുട്ടിയാജിനായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം നേരത്തെ ഉള്ള ആളാണ്. മർക്കസും അറിയാം. പക്ഷേ മൂപ്പര് ചോദിച്ചു എന്താ എൻ്റെ അഭിപ്രായം? അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഇത് വാഫിന്ന് കേൾക്കുമ്പോൾ ആ സന്തോഷം കൊണ്ട് അത് നല്ല പരിപാടിയാണ്, എന്നാ പിന്നെ നമ്മളൊന്നും അറിയണ്ടല്ലോ എന്ന് നമുക്കേ വലിയ ഉത്തരവാദിത്വം കേൾക്കുമ്പോണ്ടല്ലോ. അതങ്ങനെ. അപ്പൊ കുട്ടികളേരുന്ന് വിളിച്ച് സ്വകാര്യമായിട്ട് കൊണ്ടുപോയി പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, മാനത്തെറിഞ്ഞ വടിയോലെയാണ്. അടുത്ത പ്രാവശ്യം പിന്നെ കുട്ടികളൊക്കെ PGക്ക് വന്നാൽ ആകെ ചെറിയ ഇത്ര സീറ്റേ ഉള്ളൂ, ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും സീറ്റ് കൊടുക്കാല്ല. തൂതക്കാർ നമ്മളെ വിചാരിച്ചതുപോലെ തൂത ക്യാമ്പസ് വലുതായി വരും കരുതിയതാണ്, സംഭവം നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ വർഷം തന്നെ കുട്ടികള് PGക്ക് ചേർക്കുന്ന കോളേജ് വേണം. അതിന് കോളേജൊക്കെ വലുതായിക്കോളും, നിങ്ങൾ ധൈര്യമായിട്ട് ആചാരെ ഒപ്പം ഈ സ്ഥലം ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി എന്നൊക്കെ എന്നോട് പോലും പറഞ്ഞു. ഞാൻ അതിന് സപ്പോർട്ടും ചെയ്തുകൊണ്ട് വാപ്പാജിനോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കാൻ, അങ്ങനെ നിങ്ങൾക്ക് കോളേജ് തുടങ്ങണം എന്ന് വെച്ചാൽ ആറ്റപ്പ് പറയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാൽ ബല ഏൽപ്പിക്കുക നല്ലത്, എന്നാൽ വളരെ ശാസ്ത്രീയമായി കൊണ്ടുനടക്കുന്നുണ്ട്. പിന്നെയും ഒരു ദിവസം പറഞ്ഞു നമുക്കൊന്നും കൂടി പോകണം. 2-3 തവണ. അന്ന് സുലൈമാൻ പൈസ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ തവണ പോകുമ്പോൾ ഫരീദ് റഹ്മാനി ഉണ്ടായിരുന്നു. പിന്നെ പോയത് ചെറുശ്ശേരി സ്ഥാനത്ത്, MP സ്ഥാനത്ത്. ഇന്ന് ഞാൻ ഈ ഭിന്നതയുടെ, നിങ്ങൾ വാഫിക്കാരെ തിരസ്കരിക്കുന്നതിന്റെ അന്നത്തെ ആ ഒരു തിരസ്കാരത്തിന്റെ ചില ഭാവങ്ങളൊക്കെ അന്ന് ഞാൻ സമസ്തയുടെ മെയിൻ ഓഫീസിൽ വെച്ചിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് പിന്നെ കൊടശ്ശേരി ഉസ്താദുണ്ട്, കുട്ടിയലിയരുണ്ട്, ടീമൊക്കെ മസ്അല കൊണ്ടും അതോടൊപ്പം തന്നെ ചില സാങ്കേതികത കൊണ്ടുമൊക്കെ നിരാകരിക്കാനുള്ള വ്യംഗ്യമായ വർത്തമാനങ്ങളും ശ്രമങ്ങളും, വാച്യാർത്ഥം പറഞ്ഞാൽ ഞാൻ കളവാവും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, വ്യംഗ്യമായ ചില സംഭാഷണങ്ങളൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു പല മഹാന്മാരും. അവസാനമാണ് ആധാരം എഴുതുന്നപ്പോൾ ഒരു മസ്അല പ്രശ്നം ചോദിക്കാനാണ് ചില മഹാന്മാരടുത്തൊക്കെ പോയത്. എന്താ വെച്ചാൽ, ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ഇതിന്റെ മേൽ സമയങ്ങളിലെ വരുമാനം എടുക്കണം, എൻ്റെ അടുത്ത് വേറെ വരുമാനമൊന്നുമില്ല, അതിന് പറ്റുന്ന രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത് എന്ന് വാപ്പുവാജി പറഞ്ഞു. അപ്പൊ വാപ്പുവാജി പറഞ്ഞു, അപ്പൊ ഈ പറയുന്ന ഈ മസ്അല എന്നാ നമ്മള് ഇന്നാളെയോടൊക്കെ മസ്അല ചോദിക്കുക എന്ന് പറഞ്ഞു. ആ മസ്അല ചോദിക്കാൻ വന്നപ്പോഴാണ് ആധാരം എഴുതുന്നിടത്ത് അത് ഇന്നാളെ പേരിൽ എഴുതണം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അയിമക്കായി, ഇത് CIC അല്ല സമസ്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചെറിയ അവിടെയാണ് വാപ്പുവാജി പറഞ്ഞത്, ഞാൻ ആറ്റപ്പ് ഒപ്പിടുന്ന ആധാരം, നിങ്ങൾ 2 ആളും ആധാരം എഴുതിക്കോളി, ഞാൻ ആറ്റപ്പ് ഒപ്പിടുന്ന ആധാരം എടുക്കുന്നു. ഞാൻ പറയുന്ന ഒരു സുനിശ്ചിതമായ ഒരു അഭിപ്രായം. ആലിമ്യങ്ങളായി കാണുമ്പോഴും ആരുടെ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞുതരാം, ഒരു തിരുത്തലിന് ഇത് നിങ്ങള് ഞാനിപ്പത് ഈ സദസ്സെന്ന് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാല്,
ഇപ്പൊ തറവാട് നിൽക്കുന്ന ഈ 1.5 ഏക്കർ സ്ഥലം അതുകൂടി എഴുതിയതാണ്. അന്ന് ഞങ്ങള് കൃത്യമായി ഞാൻ ചെറുശ്ശേരി സ്ഥാനോട് പറഞ്ഞു, തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊടുന്ന് 50 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ ഉണ്ട് അവിടെ, ഇരിക്കുന്ന സ്ഥലം കൊടുക്കുക എന്ന് അത് പറയാൻ പാടില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ ആണ് അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ എവിടെയും മുമ്പ് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ കുട്ടികളെ ചരിത്രം മനസ്സിലാക്കണം. മൂപ്പരപ്പോ അയച്ച് പോച്ച മര്യാദ കൊടുക്കാറുണ്ട്. അതിൽ ചെറുശ്ശേരി സ്ഥാപനം കുട്ടികൾ പറയുന്നിടത്ത് കാര്യമില്ല. ഇത് പിന്നെ അതിൽ ചെറുശ്ശേരി ഉസ്താദ് അത് പറഞ്ഞതിന് ശേഷം ഒരക്ഷരം ബാപ്പുജി പിന്നെ പറഞ്ഞില്ല. അങ്ങനെ തീരുമാനിക്കപ്പെടുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത് ആചാര്യരെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും വിയോജിക്കേണ്ടിടത്ത് നമ്മൾ വിയോജിക്കുകയും പറയുകയും ചെയ്താൽ അത് ചിലതിനൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ പള്ളി വിളിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു എനിക്ക് നീലാഞ്ചേരി ഹംസ മൊലിയർ ഇവിടെ നിന്നിരുന്നു. അയാൾ പള്ളിപ്പണി എടുത്ത കഥ എനിക്കറിയോ ചോദിച്ചു. അയാൾ നല്ല വയൽതനായിരുന്നു. ചുറ്റുമുറിയാൻ വയൽ പറയുമ്പോൾ നല്ല വയൽ സഫളും ഉണ്ട്. ഈ മഹലിൽ ഏറ്റവും കൂടുതൽ ജനകീയനായ ഒരു ഉസ്താദായിരുന്നു ഹംസൂലിയർ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ജാതി മതം. അപ്പൊ അദ്ദേഹം പള്ളിപ്പണി എടുത്തിട്ട് അന്നിപ്പോ വയൽ പറഞ്ഞ എത്ര കിട്ടുക. അവസാനം പള്ളി മേൽത്തട്ടെടുക്കാൻ വേണ്ടി വെട്ടലൊക്കെ വാങ്ങി കൊടുന്ന് പടുത്തിട്ട് മഴക്കാലം വരുമ്പോൾ മേക്കൂര മെയ്യാൻ കോലല്ലായിട്ട് അപ്പോജി മൂപ്പർക്ക് ഏറ്റവും പ്രിയത്തിൽ വളർത്തിയ ഒരു പിലാവ് ഉണ്ടായിരുന്നു ഇവിടെ. 5-8 ആള് കുടിച്ചാൽ അടങ്ങാത്ത പിലാവ്. അത് മുറിച്ച് വിറ്റിട്ടാണ് പിന്നെ പള്ളിപ്പണി വൃത്തിയാക്കിയത്. അതുകൊണ്ട് ജിന്നെ കൊടുക്കരുത് പള്ളിപ്പണി എടുത്തിട്ട് തുടക്കത്തിൽ എന്നോട്. പക്ഷെ എനിക്ക് കൃത്യമായ പ്ലാനും പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരൊറ്റ ആഴ്ച കൊണ്ട് അപ്പോജിന്റെ ആ ചിന്തയും ആ ആശയത്തെയും നിരാകരിച്ചു. 3 ലക്ഷം റുപ്യ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് അടക്കാക്കൊണ്ട് മഹലിലെ വീടുകളിൽ കൂടി കയറി ഇറങ്ങിയിട്ട് ഒരു വയലും സംഘടിപ്പിക്കാതെ അന്ന് പിരിച്ചു. ആ പിരിക്കുന്നതിലുള്ള ആവേശം മൂത്തിട്ട് ഉസ്താദിനെ വരെ വിളിച്ചു. അപ്പോജി പറഞ്ഞു ഞങ്ങൾ പള്ളിപ്പണി എടുക്കുകയാണ്. ഞാൻ ചെയ്ത ഒരു സേവനം അത് മാത്രമാണ്. കാരണം ബാക്കിയൊക്കെ പിന്നെ വാപ്പോജിന്റെ ചെയ്തു. രാജസ്ഥാനിലേക്ക് ആളെ പറഞ്ഞയച്ച് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ആളെ പറഞ്ഞിട്ടാണ് ആ സമയത്ത്. അന്ന് ഒമേഗ തൃശ്ശൂരിലെ ഒമേഗയിൽ മാത്രമാണ് അന്ന് ഷീറ്റ് ഉള്ളത്. അത് മാർബിളിന്റെ ഷീറ്റ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പ് ഇവിടെ എവിടെയും കടകളിലൊന്നും മാർബിൾ ഇട്ടല്ല. മാർബിൾ പീസാണ്, കയ്യിൽ വരുന്ന അരിയാന്ന് മാർബിൾ വന്നു. ഈ മാർബിള് നേരിട്ട് പോയി രാജസ്ഥാനിൽ നിന്ന് കൊടുന്ന് കണ്ടെയ്നറിയായി 2 കണ്ടെയ്നറിലാണ് വന്നത്. വന്നിട്ട് ഇവിടെ വാളയാർ ചെക്ക് പോസ്റ്റില് ടാക്സിന്റെ പ്രശ്നം പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് നിലമ്പൂർ തഹസീൽദാർ എഴുത്തുമായിട്ട് പിന്നെ ഞാനും മാനുവാക്കിയുമാണ് ഞങ്ങളാണ് പോയത്. ബാപ്പിട്ടിന്റെ ജ്യേഷ്ഠൻ മാനുവാക്കി ഞാനുമാണ് ഞങ്ങളൊന്ന് വയനാട് പിന്നെ ഇവിടെ വാളയാർ പോയി ആ സാധനം വിട്ടുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തിരിച്ചു മുറിച്ചൊക്കെ ആലോചിക്കും. ആ ആലോചന കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്നാ പിന്നെ ബാപ്പുവച്ചിന് നമ്മള് മല കുത്തിയാവില്ല. ഇവിടെ ഇന്ന് MP മാർട്ടിൽ നിൽക്കുന്നിടത്ത് ഒരു സിനിമ ഉണ്ടായിരുന്നു, നിങ്ങളാരും ഓർമ്മ ഉണ്ടാവില്ല. ആ സിനിമയിലെ ടാക്സുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനായിട്ടൊരു കേസുണ്ടായി. അന്ന് ബാപ്പുജി പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് കിഴക്കൻ എറനാടിലെ മുടിചൂടാമന്മാരായ കോട്ടമ്പൽ കുടുംബത്തിൽ മാനുവജിയാണ് ആ സിനിമയുടെ മോലാജി. പക്ഷെ ബാപ്പുജിക്ക് മാനുവജിയല്ല, ആരായിട്ടുണ്ട്. അദ്ദേഹം ആ കേസ് കൊടുത്ത് ആ ടാക്സ് ഗവൺമെന്റിലേക്ക് അടപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പിക കേസിന് ചെലവാക്കിയിട്ട് ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതി പോയിക്കണോ എനിക്കറിയില്ല. സുപ്രീം കോടതി പോയിട്ടില്ല കേസ്, അതോ ഹൈക്കോടതിയിൽ നിന്നായിരുന്നു. എന്തായിരുന്നാലും വ്യവഹാരിയാണ് അദ്ദേഹം. ഈ എതിരാളിയെ തോൽപ്പിച്ച് ആ ടാക്സ് പഞ്ചായത്തിന് വാങ്ങിക്കൊടുത്തിട്ടാണ് സിനിമകൾ പൂട്ടിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വാശിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ബാപ്പുഹാജി നല്ല വാശിക്കാരനാണ്. അതേ സമയത്ത് നിസ്കാരം ഇബാദത്ത് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മൗലവിമാരൊക്കെ അനുകരിക്കേണ്ട ചില മാതൃകകളുണ്ട്. മൂപ്പര് പോകുമ്പോ മൂപ്പർക്ക് നിസ്കരിക്കാനുള്ള പള്ളി കണ്ടുവച്ചിട്ടുണ്ടാവും ഓരോ സ്ഥലങ്ങളിലും. കൃത്യമായി സക്കീറ വണ്ടി അവിടെ ഇങ്ങനെയാണ് സൈഡാക്കലാണ് അല്ലേ. പാലക്കാട്ടേക്ക് പോവുകയാണെച്ചാൽ ഇന്ന അടുത്ത്, കോയമ്പത്തൂർക്ക് പോവുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത്, ഊട്ടിക്ക് പോവുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത്, കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ ഇന്ന പള്ളി. വഖ്തിന് നിസ്കരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത് കൃത്യമായി പള്ളിയിൽ കയറി തന്നെ നിസ്കരിച്ച് യാത്ര വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ നമ്മൾ പറയല അയാൾ പാരുഷ്യവും ഗൗരവക്കാരനുമാണ്. ഇവിടുന്ന് നാടുകണി കാണുമ്പോ താഴെ പീടിന്ന് ഒരു കൂട് ബിസ്ക്കറ്റ് വന്നു. ആ ബിസ്ക്കറ്റ് എന്തിനാ അറിയോ? ആ വളവില് നേരെ 2-3 വളവണ് കഴിഞ്ഞാൽ കുരങ്ങന്മാരുണ്ടാവും. അവിടെ നിർത്തിയിട്ട് ആ ബിസ്ക്കറ്റ് 2-3 കൂട് കജോളം കൊടുത്തിട്ട് പിന്നെ പോവാം.
അതുപോലെ തന്നെ ഓരോ ഹോട്ടലിലും ഒരു സപ്ലൈ ഉണ്ടാവും. മൂപ്പരറിയുന്ന ഏതെങ്കിലും ഒരു സപ്ലൈ. ബോംബെ ഹോട്ടലില് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ വിവാദം നടക്കുന്ന സമയത്ത് ഇപ്പത്തെ സുപ്രഭാതം ഓഫീസ് നിലകൊള്ളുന്ന അവിടെ ഒരു യോഗം കഴിഞ്ഞിട്ട് സമാധാനം വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് ചോറാണോ ചോദിച്ചു. അനക്ക് ചോറ് വേണോ ചോദിച്ചു. ചോറ് വേണ്ടാതെ. അങ്ങനെ അന്ന് അവിടെ കൂടിയ പ്രഗത്ഭരൊക്കെ കൊണ്ടുപോയിട്ട് ബോംബെ ഹോട്ടലിൽ കൊണ്ടുപോയി ചോറ്. അപ്പൊ മൂപ്പര് അവിടുന്ന് പറയാണ്, ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞാല് മൂപ്പര് കോഴിക്കോട്ടേക്ക് വരാൻ തുടങ്ങി അന്ന് തൊട്ട് ചോറ് കഴിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് വട്ടം ചോറ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളാണ് ചെല്ലുമ്പോ എത്ര തിരക്കാണെങ്കിലും ഒരു മേശ വാപ്പാജിക്ക് ടീമിനും കുടിച്ചിട്ട് കൊടുത്ത സപ്ലൈമാർ. അത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മൂപ്പരക്ക് അനുകമ്പയുള്ള, മൂപ്പരോട് അനുകമ്പയുള്ള ഏതെങ്കിലും കുറെ ആൾക്കാർ. ഇവിടുന്ന് അടുത്ത കാലത്ത് സ്കൂളിലേക്ക് കുറച്ച് പാട്ട വാങ്ങണം പോന്നായിരുന്നു. പാട്ട വാങ്ങാൻ കോയമ്പത്തൂർ പാലക്കാട്ട് പോയി. അപ്പോ ബാവ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കടണ്ട്, ബാവാജി. അയാള് മരിച്ചതിന് ശേഷം ഞാൻ ഇന്ന അയാൾ വിളിച്ചിരുന്നു ആചാരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ആ ബാവ മെറ്റൽസ് പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോയി. അപ്പൊ ആ പോകലെന്തിനാ വെച്ചാൽ 15 പാട്ട ഇത്ര കയ്യില് എന്നൊക്കെ പറഞ്ഞ് ഇതിനാണ് പാലക്കാട്ട് കൂടി. പക്ഷെ അതല്ല, ആ പോക്കിൽ ചില ഇതുണ്ട്. ഇപ്പൊ സുഖമില്ലാതെയായി പറ്റ കടന്നിട്ട് അൽഷിഫീന്ന് വന്നതിന് ശേഷം നമ്മളൊക്കെ ഇങ്ങനെ ഒരു തൃശങ്കൂലാണല്ലോ. എന്താ പഠിച്ചോലെ ഞാവുക, നമുക്കൊന്നും ഇടപെടാനും കഴിയില്ല, ആചാരല്ലേ. അതിൽ ആണ് സക്കീറിനെയും കൂട്ടിയിട്ട് നേരെ ഹിമന്റെ മുന്നിൽ വന്നിട്ട് ജ്യോതിന്റെ ഒപ്പം ഒന്ന് കയറിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് യാത്ര ചെയ്യാൻ പാടില്ല അറിഞ്ഞിട്ടില്ല. അനക്കിന്റെ ഒപ്പം കയറാൻ പറ്റുമോ ചോദിച്ചു. അനക്കിന്റെ ഒപ്പം കയറാൻ പറ്റുമോ കയറി. അന്ന് വൈകാരികമായി കുറെ സംസാരിച്ചു. ഞാനും സക്കീറും മാത്രമാണ് ഇതിന്റെ സാക്ഷികളെ. കരഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് അതിനെ ഇന്നും, കാരണം ആ സമയങ്ങളിൽ നമ്മളൊന്നും ഏറ്റെടുക്കേണ്ട സന്ദർഭമല്ല. മൂപ്പര് പോയി ഒരിടത്ത് പോയിട്ട് പൈസ വേണം തന്നു. അവിടുത്തെ പൈസ ഒന്നും കിട്ടിയില്ല. നേരെ വണ്ടൂര് പോയി. ഇനി നമ്മൾ ഇതിലെ മടങ്ങാറ് ഇതാണ് ഉണ്ടായിരുന്നത്. നേരെ പെരിന്തൽമണ്ണ എത്തിയിട്ട് ഫുഡ് സ്റ്റോറീസിൽ കയറിയിട്ട് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുമ്പോൾ സക്കീറിനോട് ഞാൻ പറഞ്ഞു, സക്കീറെ ഇച്ച് ചോറ് വേണ്ട. എന്താ വെച്ചാൽ വേണ്ടായിട്ടല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ ആചാരൊന്നും തിന്നായിരിക്കാൻ വേണ്ടി, ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പരോട് സപ്ലൈ ഇന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിക്കോഴിയാണെന്ന് നോക്കി. അപ്പൊ ഞാൻ സെക്കൻഡോട് പറഞ്ഞു, ഇത് പറയണ്ട, കുഞ്ഞിക്കോഴി എലിജു കൂടെ എന്നാലേ ഇപ്പൊ അത് മൂപ്പര് തിന്നരുതല്ലോ കുറെ. പക്ഷെ മൂപ്പര് ഒരു ഓരോ പിച്ചേ കൊടുക്കുള്ളൂ. ഞാൻ പറയാം. എന്നിട്ട് അവിടുന്ന് സമർത്ഥമായി ഞങ്ങൾ കരിങ്കല്ലത്താണി കൂടി തിരിച്ചു പാലക്കാട് പോയിരുന്നു. തിരിച്ചാണ് ഇവിടെ ഒന്ന് കൊണ്ടുവന്നത്. അപ്പൊ യാത്ര ജീവിതത്തിലെ ഒരു ഭാഗമായി തീർന്നത്. അതൊരു എന്താ പറയാ, അതൊരു വികാരമാണ്. അത് മൂപ്പർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കൂടെ ഇഷ്ടപ്പെടുന്ന ആൾ. പക്ഷെ അതിലൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചൊരു പാടുണ്ട്. ഇവിടുന്ന് പോകുമ്പോ കോഴിക്കോട് ലൈന് പോവുകയാണെങ്കിൽ ആ ഓരോ പ്രദേശത്തെത്തുമ്പോൾ ഈ പള്ളി കണ്ടെന്ന് ചോദിച്ചു, അതിനൊരു ചരിത്രമുണ്ട്. ആ സ്ഥലം കണ്ടത് അതിനൊരു ചരിത്രമുണ്ട്. അങ്ങനെ ഈ നാടിന്റെ ചരിത്രം ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഒരു പ്രാവശ്യം കൊളത്തൂട്ടി മുഹമ്മദ് മൗലവിയുടെ വീട്ടിലിരിക്കുമ്പോ അങ്ങോട്ട് പോകുമ്പോ കറുവണ്ണ മൂസത്തിന്റെയും അതുപോലെ തന്നെ അങ്ങനെ പുത്തനങ്ങാടി പള്ളിയിൽ നടന്ന ആ യുദ്ധത്തിനെ കുറിച്ചൊക്കെ ചെറിയ സൂചനകൾ എനിക്കറിയാം, വ്യക്തമായി അറിയില്ലെങ്കിലും. അപ്പൊ ആചാര്യ പറഞ്ഞു, അങ്ങനെ ഇവിടെ യുദ്ധമുണ്ട്, അത് നമുക്കേ കൊളത്തൂരിനോട് ചോദിച്ചറിയാം. ആ പോക്ക് അങ്ങനെ പോയിട്ട് കൊളത്തൂർ മൗലവിന്റെ വീട്ടിൽ പോയിട്ട് 1.5 മണിക്കൂർ അവിടെ ഇരുന്നു. അതിൽ കൊളത്തൂർ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നീച്ചാണ് നമുക്ക് പോവാ. നമ്മളെ അവിടെ മമ്പറത്തെ തങ്ങള് കുളിച്ച ഒരു കുളണ്ട്, അതിൽ അട്ടുണ്ടാവില്ല. ഇവിടെ സുന്നിന്റെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഒക്കെ മാറ്റുരക്കണ കുറെ മനുഷ്യന്മാരില്ലേ. ഞാനിത് പറയുന്നതിന് ദൃക്സാക്ഷിയാണ്. കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി, അദ്ദേഹം ഞങ്ങളെ അവിടുന്ന് തിരിച്ച് ഞങ്ങളെ കാറിൽ കയറിയിട്ട് പുത്തനങ്ങാടി പള്ളിയിൽ, ആ 2 പള്ളിയുള്ള സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ശുഹദാക്കളെ ഖബറൊക്കെ ഉള്ളേ, അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പാടത്തു കൂടി ഒറ്റ വരമ്പിലൂടെയും കണ്ണിക്കണ്ടവരെ തൊടുകൂടിയൊക്കെ പോയിട്ട് ഈ കുളത്തിലെ ഈ പാടത്ത് നിൽക്കുന്ന ഒരു കുളം കാണിച്ചു തരാം. പാപ്പാജിന് ഞങ്ങളെയും അപ്പാജിക്ക് നടക്കാൻ പറ്റും, എന്നാലും പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ കുളമാണ്, ഇതില് മമ്പറത്ത് തങ്ങൾ കുളിച്ചിട്ടുണ്ട്. കുളിച്ചപ്പോൾ അട്ട കടിച്ചു. അപ്പൊ എന്താ വെച്ചാൽ വെട്ടെല്ലും കോരി മാരിങ്ങനെ 3 കോണിന്ന് ഒരു വെട്ടുകല്ലിന്റെ മാരിയുള്ള പാറയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിങ്ങനെ പാടത്ത് കൂടി തോടായിട്ട് ഒലിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പാടം തന്നെയാണ്. അപ്പൊ അവിടെ കുളിച്ചപ്പോ അട്ട കടിച്ചപ്പോ തങ്ങൾ പറഞ്ഞത്രേ, എനിക്ക് അത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ വന്നിങ്ങാണ്ട് മനുഷ്യൻ കുളിക്കുന്നിടത്തേക്കണോ പറഞ്ഞ് ഈ ഏട്ടനെടുത്തൊരു പാടത്തേക്ക് എറിഞ്ഞു. പിന്നെ ആ കുളത്തിൽ പിന്നീട് അട്ട ഉണ്ടായിട്ടില്ല. അട്ട തന്നെ നീന്തി പോകുന്നാണ് പറഞ്ഞത്. അത് അവിടെ ആ വീട്ടിലുള്ളവരും ഒക്കെ പറഞ്ഞു, അതിന്റെ ഉടമസ്ഥര് പറഞ്ഞു, കൊളത്തൂർ ടി മുഹമ്മദ് മൗലവിക്ക് അങ്ങനെ ഒരു കളവ് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല.
ഞാൻ പറയാം, അദ്ദേഹം മമ്പ്രത്ത് തങ്ങളുടെ ഗുരുവര്യരും സതീർത്ഥ്യരുമായ പല മനുഷ്യരുടെയും ഖബറുകളെ ഞങ്ങൾക്ക് നേരിട്ട് അപ്പോജിക്കും ഞങ്ങൾക്കും നേരിട്ട് തൊട്ട് കാണിച്ചു തന്നത് കൊളത്തൂർ മൗലവി, ഒറ്റക്കാലൻ, മൊല്ലാക്ക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ കഥകൾ പറഞ്ഞു. ഈ ചേക്കുട്ടി ചെയ്ത്താൻ നിങ്ങളൊക്കെ കേട്ടില്ലേ? ഈ ചേക്കുട്ടി ചെയ്ത്താനുമായൊക്കെ ബന്ധപ്പെട്ടത് ശരിക്ക് ഞാനിങ്ങനെ വാമൊഴിയെ കേട്ടോ, അത് നാളങ്ങൾ ആരും ചരിത്രത്തിൽ എഴുതുകയും ചെയ്യരുത്. ചേക്കുട്ടി ഉണ്ടാകുന്നത് മമ്പ്രത്തു നിന്നാണെന്നാണ്. പലവിധ മശായിഖുമാരുടെയും ത്വരീഖത്തുകളിൽ അംഗമായ വലിയ മഹാരഥന്മാരുടെ സമജ്ജമായ സമ്മേളനം അന്ന് തങ്ങന്മാരെടുത്താൻ നടക്കുക. ചെയ്തലവിധ മമ്പ്രം തങ്ങളുടെ അടുക്കലൊക്കെ അവിടേക്ക് പോകുന്ന ആ പള്ളിയിലെ വലിയ ഇവിടെ പിന്നെ മുത്തനങ്ങാടി അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കാളിയരുണ്ട്. ആ കാളിയരുടെ മുക്രിയാണ് ഷെയ്ഖുട്ടി. ഈ ഷെയ്ഖുട്ടി ത്വരീഖത്തിലൊക്കെ അങ്ങായപ്പോ അദ്ദേഹം പിന്നെ ഇബ്ലീസിനൊക്കെ പറ്റിയ മാതിരിയുള്ള ചെറിയൊരു കിബർ, ആ കിബറുണ്ടായപ്പോ വലിയ ആബിദാണ്ടൊക്കെ തോന്നുന്നു. തങ്ങന്മാരെക്കാരും മൂല്യന്മാരെങ്ങളൊക്കെ സുന്നിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന മാതിരി എല്ലാരെക്കാളും എനിക്ക് ഇബാദത്തുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ അദ്ദേഹം രാവിലെ സുബഹിക്ക് പോകുമ്പോ ഒഴിഞ്ഞ പറങ്കൂച്ചിക്കാട്ട് കൂടി ഇങ്ങനെ പോകുമ്പോ കുറേ വെള്ളക്കുപ്പായക്കാരയാളെ പിന്നാലെ കൂടി. ഞങ്ങളും പോട്ടെ, നിങ്ങൾ വലിയ മഹാനല്ലേ, ഞങ്ങളെയും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഉസ്താരോടൊന്ന് ചോദിക്കട്ടെ, ചെന്നുങ്ങാണ്ട് ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കാണുമല്ലൊക്കെ കൂട്ടിക്കൊണ്ടല്ല എന്റെ പണിജിന് പോന്നാ പോരേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ പാള് കൂടുന്നത് എത്ര ഒരു അങ്ങനെയാണ് ഉപരി ചിന്തിച്ചത്. പിറ്റേത്തെ ദിവസം വന്നപ്പോ എന്നാ പോന്നോളിയായിരുന്നു. ആ പോന്നത് ഇദ്ദേഹത്തിന്റെ വഴികളിൽ തടസ്സം സൃഷ്ടിക്കാനുള്ള പൈശാചികമായ ഒരു ദുർബോധനങ്ങളും അതുപോലെ തന്നെ ഒരു തന്ത്രമായിരുന്നു, ഇബ്ലീസിന്റെ തന്ത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു സേവകനായി മാറണേ. ആ സേവകന് ആ ആളുകൾക്ക്, അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി യാസീന ഓതുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ചേക്കുട്ടിയിലോടത്ത് യാസീനല്ലോ ആണ്. ചേക്കുട്ടിക്ക് ചക്കരച്ചോറും യാസീനുമാണ്. അതെ, അപ്പൊ ഈ ഷെയ്ഖ് കുട്ടിയാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാതെ ഇസ്ലാമില് ചെയ്ത്താണ്ടാവും, ഷെയ്ഖ് കുട്ടിയുടെ ഒരാളുണ്ടാവും. ഇബ്ലീസ് വഴിപഴപ്പിച്ചൊരു മനുഷ്യന്റെ പേരിൽ സേവകരായി നിൽക്കുന്നവരാണ് ഷെയ്ഖ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, മഹാരഥന്മാരോട് ഇത്തിബാഴ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ മുഖ്യധാരയോടൊപ്പം നിൽക്കുന്നതിനും 88-ലെ സമസ്തയുടെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഉസ്താദിന്റെ കൂടെ അന്നൊരു ജീപ്പാണ്, KT മാനുമുസ്ലിയാർ എന്ന് പറയുന്ന അന്നത്തെ ഏക, കാരണം ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ നാട്ടിക പറയാറുണ്ടായിരുന്നു ഡ്രൈവറോട്, ഇത് പോയാ സമസ്ത പോയിട്ടോ, കാരണം CH റസൂലിയരും നാട്ടികയും മാനുവലിയരും ഒരു വാട്ടിയിലേ ഉണ്ടായ, ഇതിനെന്തേലും പറ്റിയ നോക്കി വിട്ടോ, ഇതിനെന്തേലും പറ്റിയ സമസ്ത ഇവിടെ നിൽക്കട്ടോ. കാരണം അന്ന് പണച്ചാക്കുകളുമായി മറുപക്ഷത്ത് വലിയ നടക്കുന്ന സമയത്ത് സത്യത്തിന്റെ വാഗ്ദാരികളുമായി മാനുവലിയരും നാട്ടികയും മാത്രമാണ് നടക്കുന്നത്. അന്ന് ഒപ്പുണ്ടാകുന്ന രണ്ട് ഉമറാക്കളിൽ ഒന്ന് AP വാപ്പു ഹാജിയും മറ്റൊന്ന് ഷെരീഫ് ഗുരുക്കളുമാണ്. മഞ്ചേരി ഷെരീഫ് ഗുരുക്കൾ, ഇസാഖ് ഗുരുക്കളുടെയൊക്കെ അനുജൻ ഷെരീഫ് ഗുരുക്കൾ. ആ ഷെരീഫ് ഗുരുക്കളൊന്നും ഉസ്താദിന്റെ മരണശേഷം പിന്നീട് പബ്ലിക് മേഖലയിൽ ഇല്ലാതെ പോയി. ഒരു മൂല്യരുണ്ടായിരുന്നു, കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, അന്ന് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, പിന്നെ PK കുഞ്ഞു MLA ഉണ്ടായിരുന്നു, കോഴിക്കോട് 2-ൽ നിന്ന് മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനം MLA. അദ്ദേഹവും CITUക്കാരും ഈ ആറാളെ പുറത്താക്കാൻ കൂടുന്ന യോഗത്തിൽ നടപടികൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സമസ്തയുടെ ഓഫീസിലേക്ക് കയറി വരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് കോണിന്റെ അയ്യമ്മ നിന്ന ആളാണ് വപ്പു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇന്നത്തെ പരിണിതിയിൽ കായികമായി അന്ന് കൈപിടിച്ചു നിന്ന് അവരെ കയറാൻ പോലീസ് വരുന്നത് വരെ ഷെരീഫ് ഗുരുക്കളും വാപ്പോജിയും കൊണ്ടുവന്ന് ഇറങ്ങി. ശംസുൽ ഉലമന്റെ താടി കുടിച്ചണം എന്നിട്ടാണ് ഇവര് വരുന്നത്. പക്ഷേ ആ സമയത്ത് മസ്ലഹത്ത് ചർച്ചകളും കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ ധൈര്യമായി നിന്ന ഉമറാക്കളിൽ പ്രമുഖനാണ് AP വാപ്പു. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. നമുക്ക് വാഫി പ്രസ്ഥാനത്തിന് നമുക്കൊക്കെ ഇന്ന് പറഞ്ഞ് അനുസ്മരിക്കാൻ AP വാപ്പു ഹാജിയുടെ ജീവിതത്തെ കുറിച്ച് ശരിക്കും പഠിക്കാൻ ഞാനും നിങ്ങളൊക്കെ ഒന്ന് തയ്യാറായിട്ടില്ലെങ്കിൽ പിൻതലമുറകൾക്ക് ഇവരൊന്നും മനസ്സിലാകാതെ പോകും. ഞങ്ങൾ ഖബറുപടെ ആണെന്നുള്ളതിനെ ഞാൻ അനുകൂലിച്ചത് അതുകൊണ്ടാണ്. വാപ്പു ഹാജി ആരതാ ഖബർ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബാനി, നിങ്ങൾക്കൊക്കെ ഒരു ബാനി ഉണ്ടാവും, വരുന്ന തലമുറകൾക്കൊക്കെ ഒരു ബാനി. ഇത് നിർമ്മിച്ചതാരാ, ഇതിന്റെ ഫൗണ്ടർ ആരാ?
അദ്ദേഹത്തിന് ഒരു ചരിത്രം. ഞാൻ എൻ്റെ പേഴ്സണൽ ബന്ധത്തിൽ ഒരു 500 റുപ്യ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മൂപ്പർ. അതുകൊണ്ട് ആ ക്വാളിറ്റിയാണ് എന്നെ കാലങ്ങളായിട്ട് മൂപ്പർ കൂടെ കൊണ്ടിടുന്നത്. ഞാൻ കടമായും ചോദിച്ചിട്ടില്ല, ആവശ്യത്തിന് എനിക്ക് പണം വേണമെന്നും ആവശ്യപ്പെട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഒരു ആവശ്യവും പറഞ്ഞു മൂപ്പരുത്തിയിരുന്നു. അതേ സമയത്ത് അതേ അനുഭവങ്ങളുള്ള പല ആളുകൾ പല സഹായങ്ങളും കൊടുക്കാറുണ്ട്. എന്നാൽ നമുക്ക് അത്യാവശ്യം തോന്നിയെടുത്ത് മൂപ്പരൊന്നും ചെയ്യാറുമില്ല. ഞാൻ പറയാം, അതൊക്കെ മൂപ്പർക്ക് മൂപ്പരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. മൂപ്പർക്ക് മൂപ്പരുടേതായ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ വലിയൊരു പണക്കാരനായിരുന്നില്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് വരുമാനങ്ങൾ എന്തായിരുന്നു? ഇപ്പൊ ഞാൻ പറയുമ്പോ കഴിഞ്ഞ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് എനിക്കറിയാവുന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ജീവിതത്തിൽ ആകെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് മൂപ്പരോട് ഞാൻ ആ സ്കൂളുമായോ അതല്ലെങ്കിൽ സ്കൂളിലെ നിയമവുമായോ ഒരു ബന്ധവും എനിക്കില്ല. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാള് നിയമനം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോ ആ പോസ്റ്റിലേക്ക് കൊടുത്ത പൈസ, ഞാനും കൂടി സാക്ഷിയായിട്ട് കൊടുത്ത പൈസ, ആ പൈസ ഉണ്ടായിരിക്കെ മൂപ്പര് 6 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു. അത് കൊണ്ടേ കൊടുത്തപ്പോ ആ പൈസ കയ്യിലിരിക്കെ പിറ്റേന്ന് ഞങ്ങൾ യാത്ര പോകുമ്പോൾ പറയാൻ എൻ്റെ അടുത്ത് 10 പൈസല്ല, എൻ്റെ അടുത്ത് 10 പൈസല്ല, തേങ്ങന്റെ പൈസ കിട്ടണം, എന്നിട്ട് വേണം നമുക്ക് ഇന്ന് ചെയ്യാനെന്ന് പറയുമ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അദ്ദേഹം പലപ്പോഴും സ്കൂളിലേക്ക് വാങ്ങുന്ന പണം കൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തേങ്ങ വിറ്റി അടക്ക വിറ്റിയും കായുണ്ടെങ്കിൽ മൂപ്പര് ഭക്ഷണം കഴിക്കും. മൂപ്പർക്ക് അതിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ആ പണം എന്തിനു ഉപയോഗിക്കണം എന്ന് മൂപ്പര് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 18 ലക്ഷമാണ് എൻ്റെ ഓർമ്മ. 18 ലക്ഷം കൊടുത്തിട്ട് 2 ദിവസമില്ലേ, അതിന് അന്നാണ് പറയുന്നത് കാശില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ സ്കൂളിലെ നിയമനങ്ങൾക്കൊക്കെ വാങ്ങുന്നത് കെട്ടിടമായും അതുപോലെ അതുമായുള്ള സർവീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കാണ് ആ പണം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ഡയറക്റ്റ് അത് ഭക്ഷണമായി വാങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ അവസാനമാണ് അത് മനസ്സിലാക്കി. അദ്ദേഹം അതിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പൊ ഞാൻ ഇനി സുദീർഘമായി പറയുന്നില്ല. ഏതായിരുന്നാലും നമുക്ക് കുറെ ആളുകൾ കാരണവന്മാരായി, വാപ്പുഹാജിയെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മുന്നേ നടന്നുപോയവരുണ്ട്. അതുകൊണ്ട് കാലുഷ്യമുള്ള കാലഘട്ടങ്ങളിൽ 2 പാഠം ബാപ്പുഹാജി നമ്മോട് പറയുന്നുണ്ട്. സാമൂഹ്യ കാലുഷ്യങ്ങൾക്കിടയിൽ നിങ്ങൾ നേതാവിനെ പരതരുത്, നമുക്ക് നേതൃത്വമുണ്ട്. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ തൊട്ട് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ തൊട്ട് PMS പൂക്കോയ തങ്ങൾ തൊട്ട് ശംസുൽ ഉലമയും കണ്ണിയത്തും KT മാനുമുസ്ലിയാർ, കിഴക്കനർനാട് പറയുമ്പോൾ KT മാനുമുസ്ലിയാർ വരെയുള്ള അത്യുജ്വലമായ ഒരു നേതൃനിര നമുക്കുണ്ട്. അതുകൊണ്ട് നേതാക്കളെ നമ്മൾ തിരയേണ്ടതില്ല. ഏത് കാലുഷ്യമുള്ള സമയങ്ങളിലും നമുക്ക് അഭിപ്രായ സ്ഥിരതകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തൊന്ന്, ഇവിടെ മതനിരാസങ്ങൾ വരേണ്ട ഒരു സ്ഥലം. ഞാൻ പറഞ്ഞല്ലോ കാളിയാവിന്റെ ചരിത്രം അത്ര നല്ല ശുഭസൂചകമൊന്നുമല്ല എന്ന് പറഞ്ഞല്ലോ. കമ്മ്യൂണിസം വന്ന് തൊഴിലാളി മേഖല, ഇവിടെ എത്ര കേരള എസ്റ്റേറ്റിൽ എത്ര കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് അറിയോ? സഖാവ് കുഞ്ഞാലിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തപ്പെട്ട കൊലപാതകങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഹൈവേക്ക് പോകുമ്പോ ഇവിടെ സഖാവ് ഉമ്മൻ സ്മാരക പഠന കേന്ദ്രം പുതിയ വാർത്തയുണ്ടല്ലേ നിങ്ങള്? അതൊക്കെ ഈ എസ്റ്റേറ്റിലിട്ട് കുത്തിക്കൊന്ന കമ്മ്യൂണിസ്റ്റുകാരനാ. അവര് തിരിച്ചു കൊന്ന ചീനി മുഹമ്മദ് വേറെ കേരള എസ്റ്റേറ്റിലുണ്ട്. ഇതൊക്കെ നടന്ന ഈ പ്രദേശത്ത് കമ്മ്യൂണിസത്തിന് വിലയില്ലാതെയാക്കിയത് ആരാ? KT മാനുമുസ്ലിയാരും സഖാവ് കുഞ്ഞാലിയെ പോലെയുള്ളവരോട് സൗഹൃദം നിലനിർത്തി തന്നെ സാമുദായിക രാഷ്ട്രീയം പഠിപ്പിച്ചത്. അങ്ങനെ അവരുടെയൊക്കെ ഉപോൽപ്പന്നമാണ് പ്രിയപ്പെട്ട ബാപ്പുജി. അന്ന് കുഞ്ഞാലി മരിക്കുന്നത് വരെ കുഞ്ഞാലിന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുകയും കുഞ്ഞാലിക്ക് പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുകയും മരണാനന്തരം കുഞ്ഞാലിയുടെ സ്വകാര്യ സ്വത്ത് പാർട്ടി കൈയടക്കിയപ്പോൾ അത് കുടുംബത്തിന് വാങ്ങിക്കൊടുക്കുകയും ചെയ്ത മനുഷ്യനാണ് AP ബാപ്പുജി. പക്ഷെ AP ബാപ്പുജി കമ്മ്യൂണിസ്റ്റ് അല്ല. AP ബാപ്പുഹാജിക്ക് കമ്മ്യൂണിസത്തെ കുറിച്ച് കൃത്യമായി അറിയും. കമ്മ്യൂണിസ്റ്റുകാരെ തച്ചൊടിച്ചിട്ടാണ് കാളികാവ് സഹകരണ ബാങ്ക് പിടിച്ചടക്കിയത് ബാപ്പുഹാജിയാണ്. ഞാൻ ഉണ്ടെന്ന് എനിക്കിപ്പോഴും സഹകരണ ബാങ്കിൽ വോട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അന്ന് വോട്ട് വേണ്ടിയെന്നാ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടുണ്ടാക്കി വെച്ചാൽ. അപ്പൊ ഞാൻ പറയുന്നത് നിലപാടുകൾ സ്വീകരിക്കാനും ഉണ്ടാക്കാനും ഒക്കെ അത് നിങ്ങളാരും വലിയ പഠിപ്പൊന്നും വേണ്ട. ബാപ്പുജി വലിയ പഠിപ്പൊന്നുമില്ലാതെ നയരൂപീകരണങ്ങൾ നടത്തിയ മഹാമനീഷ്. നീട്ടിപ്പറയുന്നില്ല. അവസാന കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ. ഇപ്പോ ഡയാലിസിസ് സെന്റർ എന്ന് പറയുമ്പോ അതെത്ര അതിന്റെ സാങ്കേതികത ഒന്നും മൂപ്പർക്കറിയില്ല. പക്ഷെ മൂപ്പർക്കറിയാം CH സെന്ററിലുള്ള തിരക്കറിയാം.
കരുവാരുണ്ട് കാളിയാവിൽ ഒരുപാട് വൃക്കരോഗികളുണ്ട്. അതില് യാക്കൂബി പള്ളിന്റെ അറബി വന്ന് മൂപ്പരെ കാണാൻ. അപ്പൊ മൂപ്പരോട് പറയണേ ഇവർക്ക് മിഷീൻ വാങ്ങി കൊടുക്കണം. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് സമുദായത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവശതകളൊക്കെ പരിഹരിക്കാൻ അവസാനം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്ന ബോധ്യം, ചെയ്യാനുള്ള ശ്രമം, കയ്യിലുള്ളതൊക്കെ കൊടുത്തത്, ഈ സമർപ്പണം, ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഒന്ന് ആദർശാണ്, മറ്റൊന്ന് ആദർശ സമർപ്പണത്തിനുള്ള ത്യാഗസന്നദ്ധതയാണ്, മറ്റൊന്ന് ആദർശത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ത്യജിക്കലാണ്. ഈ മൂന്നും സമ്മേളിച്ച മഹത്തരമായ ഒരു ജീവിതമായിരുന്നു എ പി വപ്പുഹാജി. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നാളെ ജന്നാത്തുൻ നഈമിന്റെ കവാടങ്ങളിൽ നമ്മെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ കാണാൻ നമുക്കും തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.